سيرة خير الأنام لنا كغيث هما للدنا واستقر. عليه الصلاة عليه السلام خليل الإله وخير البشر. السلام عليكم ورحمة الله وبركاته. بسم الله والحمد لله وكفى والصلاة والسلام على سيدنا محمد المصطفى وعلى آله وصحبه أهل الصدق والكرم والوفاء. أما بعد. അബുദാബി സുന്നി സെൻ്ററും അബുദാബി SKSSFും സംയുക്തമായി ഒരുക്കുന്ന വിജ്ഞാന വിരുന്ന് അല്ലാമ ഖാദി അയ്യാൽ തങ്ങളുടെ കിതാബ് ഷിഫ പഠന പരമ്പര അതിൻ്റെ 29ാമത് എപ്പിസോഡിലേക്ക് ഹൃദ്യമായ സ്വാഗതം. ഇതിൽ ഇന്നത്തെ ഈ എപ്പിസോഡിൽ ഫസ്ലുൻ ഫി സീറത്തി സലഫി ഫി തഅദീം റിവായത്തി ഹദീസ് റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വസുന്നതി. കഴിഞ്ഞ എപ്പിസോഡുകളിലൂടെ നമ്മൾ പറഞ്ഞു വന്നതിൻ്റെ തുടർച്ചയാണ്. സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സഹാബത്ത് അതുപോലെ സലഫു സ്വാലിഹീങ്ങളൊക്കെ അവിടുത്തെ ഹദീസുകൾ പറയുമ്പോൾ അവർ പുലർത്തിയിരുന്ന മര്യാദ, ആദരവ്, നബിതങ്ങളോടുള്ള ഇഹ്തിറാം അതാവശ്യം. മഹാനായ അംർ ഇബ്നു മൈമൂൻ എന്ന മഹാൻ പറയാണ്, ഞാൻ ഇബ്നു മസ്ഊദ് റളിയല്ലാഹുവിൻ്റെ അടുക്കലേക്ക് ഒരു വർഷത്തോളം ഞാൻ ഹദീസുകൾ പഠിക്കാൻ വേണ്ടി പോകുമായിരുന്നു. അപ്പോൾ ഒരിക്കലും അദ്ദേഹം ഹദീസുകൾ പറയുമ്പോൾ ഖാല റസൂലുള്ളാഹി എന്ന് അദ്ദേഹത്തിന് പറയാനൊരു വല്ലാത്ത ഭയം പോലെയാണ്. ഒരിക്കൽ അദ്ദേഹത്തിൻ്റെ നാവിൽ നിന്നങ്ങ് വന്നു ഖാല റസൂലുള്ളാഹി എന്ന് പറയുമ്പോഴേക്ക് അദ്ദേഹത്തിൻ്റെ നാവാകെ വല്ലാതെ അസ്വസ്ഥമായി, നാവിനൊക്കെ ഒരു പ്രയാസം, വിറയലൊക്കെ ഒരു ഭയം കാരണത്താൽ, അള്ളാഹുവിൻ്റെ റസൂലിനോടുള്ള ആദരവ് കാരണത്താൽ അദ്ദേഹത്തിൻ്റെ വിയർപ്പ് ഇങ്ങനെ, ശരീരത്തിൽ നിന്ന് വിയർപ്പുകളിങ്ങനെ ധാരധാരയായിട്ട് വിയർപ്പുകണങ്ങൾ ഒഴുകാൻ തുടങ്ങി. അങ്ങനെ അദ്ദേഹത്തിൻ്റെ കണ്ണുകളിലൊക്കെ വല്ലാത്ത ഒരു പുകച്ചിലും നീറ്റലും. അത് കാരണം എന്താ? ഖാല റസൂലുള്ളാഹി എന്ന് പറയുമ്പോഴുള്ള അതിൻ്റെ ഗൗരവമാണ്. അതുപോലെ തന്നെ മഹാനായ മാലിക് ഇബ്നു അനസ് റളിയല്ലാഹു അൻഹുവിൽ നിന്ന് നിവേദനം, അബൂ ഹാസിം എന്ന് പറഞ്ഞൊരു മഹാന്, അദ്ദേഹം ഇങ്ങനെ സദസ്സിൽ ഹദീസുകൾ എടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ മാലിക് റളിയല്ലാഹു തആല അൻഹു ആ സദസ്സിൻ്റെ അടുക്കലൂടെ കടന്നു പോകുമ്പോൾ അവിടെ ഇരിക്കാനൊരു സ്ഥലം നോക്കി, ആ സദസ്സിൽ ഇരിക്കാൻ. അപ്പോൾ ഇരിക്കാനൊരു സ്ഥലം കാണാതിരുന്നപ്പോൾ നേരെ അങ്ങോട്ട് കടന്നുപോയി, അവിടെ ഇരുന്നില്ല, അങ്ങനെ പാസ് ചെയ്തു പോയി. അപ്പോൾ ആരോ ചോദിച്ചു, അതല്ല മാലിക് തങ്ങളെ, ഹദീസുകൾ എവിടെ കേട്ടാലും നിങ്ങൾ ഇരിക്കുന്ന ആളാണല്ലോ, എന്തേ നിങ്ങൾ ഹദീസ് പഠിക്കാൻ വേണ്ടി ഇരിക്കാതിരുന്നത്, ആ സദസ്സിൽ ഇരിക്കാതിരുന്നത്? അപ്പോൾ മാലിക് റളിയല്ലാഹു അൻഹു അതിന് പറഞ്ഞ കാരണം, ആ സദസ്സിൽ ഇരിക്കാതെ കടന്നു പോകാനുള്ള കാരണം പറഞ്ഞത്, ഞാൻ അവിടെ ഇരിക്കാൻ നോക്കിയിട്ട് ഒരു സ്ഥലം കണ്ടില്ല. അപ്പോൾ ഇരിക്കാൻ നോക്കിയിട്ട് സ്ഥലം കാണാതെ ഞാൻ അവിടെ നിന്നുകൊണ്ട് കേൾക്കുമ്പോൾ അത് ഹദീസിനോടുള്ള ഒരു അനാദരവാണ്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹദീസ് കേൾക്കുമ്പോൾ, അത് പഠിക്കുമ്പോൾ, അത് ഇരുന്ന് വളരെ അച്ചടക്കത്തിലും ബഹുമാനത്തിലും ഇക്റാമിലും ഇഹ്തിറാമിലും വേണം അത് ചെയ്യാൻ. അതിനിരിക്കാനൊരു സൗകര്യമില്ലാത്തത് കൊണ്ടാണ് ഇന്നീലം മജിദ് മൗളിഅൻ നജ്ലിസു ഫീഹി ഫകരിഹ്തു അൻ ആഖുദ ഹദീസ് റസൂലില്ലാഹി വഅന ഖായിം. നിന്നുകൊണ്ട് ഹദീസ് എടുക്കുന്നത്, കേൾക്കുന്നത് ആദരവ് കുറവാണ്, അത് ബഹുമാനക്കുറവാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ടാണ് ഞാൻ ഇരിക്കാൻ ഇടം കിട്ടാത്തത് കൊണ്ട് പാസ് ചെയ്തു പോയതെന്ന് പറയാം. അതുപോലെ തന്നെ മാലിക് റളിയല്ലാഹു തആല എന്ന് പറയാം, ഇബ്നുൽ മുസയ്യബ് എന്ന് പറഞ്ഞ മഹാൻ്റെ അടുക്കലേക്ക് ഹദീസ് പഠിക്കാൻ വേണ്ടി ശിഷ്യൻ ഒരാൾ വന്നു. അപ്പോൾ അദ്ദേഹം ഇങ്ങനെ കിടക്കുക, വഹു മുൽത്തജ്. അപ്പോൾ ഹദീസ് ചോദിക്കാൻ വേണ്ടി വന്ന ആൾ ഹദീസ് ചോദിക്കുമ്പോൾ ഈ മഹാനായ ഗുരുവര്യർ ഇബ്നുൽ മുസയ്യിബ് തങ്ങൾ ആ കിടന്ന്, ക്ഷീണിതനാണ് അദ്ദേഹം, രോഗിയാണ്, ക്ഷീണിതനായി കിടക്കുക. അപ്പോൾ ഈ ഹദീസ് പറയാൻ വേണ്ടി അദ്ദേഹം എഴുന്നേറ്റിരുന്നിട്ട് ഹദീസ് പറഞ്ഞു കൊടുത്തു. അപ്പോൾ ഈ ആഗതം പറയാണ്, പതിത്തു വർണ്ണക്കലം തത്താൻ, ഞങ്ങൾ ബുദ്ധിമുട്ടേണ്ടിയിരുന്നില്ല, നിങ്ങൾ കിടന്നിട്ട് തന്നെ ആശ്വാസം പോലെ പറഞ്ഞാൽ മതിയായിരുന്നു എന്ന് പറഞ്ഞപ്പോൾ മഹാൻ പറയാം, ഫഖാല ഇന്നി കരിഹ്തു അൻ ഉഹദ്ദിസ അൻ റസൂലില്ലാഹി വഅന മുൽത്തജി. അത് മോശമല്ലേ, ഞാനതിൽ വെറുത്തു, അങ്ങനെ ചെയ്യാൻ അതിൽ ഭയമാണ്, ഞാനത് ചെയ്യൂല. അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ ഹദീസ് ഞാൻ പറയുമ്പോൾ ഞാൻ കിടന്നുകൊണ്ട് ഹദീസ് പറയേ, അതുകൊണ്ടാണ് ഞാൻ ഇരുന്നത്. റസൂലുള്ളാഹി തങ്ങളുടെ ഹദീസുകൾ പറയുമ്പോൾ കിടന്നിട്ടോ നിന്നിട്ടോ നടന്നിട്ടോ ഒന്നുമല്ല, അത് അർഹിക്കുന്ന ബഹുമാനത്തോടു കൂടി ഇരുന്ന് അതിൻ്റെ ആ മര്യാദയിൽ, അതിൻ്റെ എല്ലാ ഉപചാരങ്ങളും മര്യാദകളും ഒക്കെ പാലിച്ചു വേണം എന്ന്. അതുപോലെ മുഹമ്മദ് ബിൻ സീരീൻ എന്നവരെ പറ്റി പറയാനഹു ഖാൻ യൽഹഖു ഇദാ ദുകിറ ഇൻദഹു ഹദീസുൻ നബി ഖശാ, പലപ്പോഴും ചിരിക്കുകയോ തമാശ പറയുകയൊക്കെ ചെയ്യുന്ന മുഹമ്മദ് ബിൻ സീരീൻ റഹിമഹുല്ലാ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെപ്പറ്റി കുറിച്ച് ചർച്ച വന്ന ഈ ഹദീസ് പറയപ്പെട്ടാൽ ഖശാ, അദ്ദേഹം പേടിച്ച് ഖുശൂഇലായി ഇവിടെ നിൽക്കും. അബൂ മുസ്അദ് തങ്ങൾ പറയാൻ കാരണം, മാലിക് ഇബ്നു അനസ് ലാ യുഹദ്ദിസു ബി ഹദീസ് റസൂലില്ലാഹി ഇല്ലാ വഹുവ അലാ വുളൂഇൻ ജലാലഹു, വുളൂഓടുകൂടി ത്വഹാറത്തോടുകൂടി അല്ലാതെ അദ്ദേഹം സംസാരിക്കുമായിരുന്നില്ല. ജാഫർ ബിൻ മുഹമ്മദ് എന്ന മഹാനും അങ്ങനെ തന്നെയായിരുന്നു. മുസ്അബ് എന്നവർ പറയാം, മാലിക് ഇബ്നു അനസ് റളിയല്ലാഹു അൻഹുവിൻ്റെ നിവേദനം, അദ്ദേഹം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വല്ല ഹദീസും പറഞ്ഞു കൊടുക്കാൻ വേണ്ടി നിൽക്കുകയാണെങ്കിൽ തവല്ലഅ വ തഹയ്യഅ വ ലബിസ തിയാബഹു തുമ്മ യുഹദ്ദിസു, അദ്ദേഹം ഹദീസ് വല്ലതും പറയാൻ നിൽക്കുകയാണെങ്കിൽ ആദ്യം വുളൂ എടുക്കും, എന്നിട്ട് അതിന് ഒരുങ്ങും, എന്നിട്ട് വസ്ത്രങ്ങളൊക്കെ ധരിക്കും, എന്നിട്ട് ആണ് ഹദീസ് പറയാം. കാരണം എന്താ? അദ്ദേഹം അതിനെക്കുറിച്ച് അങ്ങനെയൊക്കെ ഒരുങ്ങുന്നത് കണ്ടപ്പോൾ ചോദിച്ചപ്പോൾ പറയാം, ഫഖാല ഇന്നഹു ഹദീസ് റസൂലില്ലാഹ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹദീസ്, റസൂലുള്ളാഹിൻ്റെ ഹദീസാണ് ഈ പറയുന്നത്. അപ്പോൾ അത് അർഹിക്കുന്ന ബഹുമാനത്തോടു കൂടി തന്നെ വേണം. വെറുതെ എങ്ങനെയെങ്കിലും നാളെ വർത്താനം പറയുന്നത് പോലെ പറയല്ല, അതിന് ഒരുങ്ങി ഒതുവെടുത്ത്. മഹാനായ മാലിക് റളിയല്ലാഹു അൻഹുവിനെ പറ്റി പറയുന്നുണ്ട്, അദ്ദേഹം താടിയൊക്കെ ചീകി ഒതുക്കി തലപ്പാവൊക്കെ അണിഞ്ഞ് വളരെ ഭവ്യതയോടുകൂടി ആദരപൂർവ്വം ഇരുന്നിട്ടാണ് ഹദീസുകൾ പറയുക. അതല്ലാതെ വെറുതെ അങ്ങ് വാരി വലിച്ച് പറയുന്ന സ്വഭാവമല്ല, അവരുടെ ബഹുമാനമാണ്.
അങ്ങനെ ഒരുപാട് സംഭവങ്ങൾ പറയുന്നുണ്ട്. സമയ ദൈർഘ്യം ഭയന്നുകൊണ്ട് നമ്മൾ ചുരുക്കുകയാണ്. അതുപോലെ വധുവില്ലാതെ അവരാരും ഹദീസ് തന്നെ പറയാമായിരുന്നില്ല. ആമഷ് എന്നവർ പറയാം ഹദ്ദസ ബഹുവാല ഗൈരി വധു ഇൻതയമ്മ. ചിലപ്പോൾ വധു എടുക്കാൻ വേണ്ടിയിട്ട് ചിലപ്പോൾ വധു എടുക്കാനുള്ള സൗകര്യങ്ങളില്ലെങ്കിൽ തയമ്മും ചെയ്തുകൊണ്ടെങ്കിലും അവർ ശുദ്ധി വരുത്തിയിട്ടാണ് അവർ ഹദീസ് പറയുക. അബ്ദുല്ലാഹിബ്നുൽ മുബാറക് തങ്ങൾ അത്ഭുത സംഭവം പറയാണ്. അബ്ദുല്ലാഹിബ്നുൽ മുബാറക് റളിയല്ലാഹു തആല അൻഹു പറയുന്ന ഒരു അത്ഭുത സംഭവം കേട്ടാൽ നമുക്ക് വിശ്വസിക്കാൻ പോലും പ്രയാസമായി തോന്നും. പക്ഷെ അങ്ങനെയായിരുന്നു മഹാന്മാർ. അതെന്താ? മാലിക് റളിയല്ലാഹു അൻഹുവിനെ കുറിച്ചാണ്. മാലിക് ബിൻ അനസ് റളിയല്ലാഹു അൻഹുവിനെ കുറിച്ചുള്ള സംഭവം പറയാണ്. ഞാൻ മാലിക് ഇമാമിൻ്റെ അടുക്ക് ഇരിക്കുകയായിരുന്നു. ഹദീസുന, ഞങ്ങൾക്ക് ഹദീസ് ഇങ്ങനെ പഠിപ്പിച്ചു തരികയാണ്, ഹദീസ് പറഞ്ഞു തരികയാണ് മാലിക് റളിയല്ലാഹു അൻഹു. അപ്പോൾ ഫലദഅതുഹു അഖറബുൻ 16 മറ, 16 തവണ തേളുകുത്തി മാലിക് റളിയല്ലാഹു അൻഹുവേ. 16 തവണ ഖാദിയാൽ തങ്ങൾ പറയാം അദ്ദേഹത്തെ തേളുകുത്ത. ബഹുവ യതഗയ്യറുലൗനുഹു, അദ്ദേഹത്തിൻ്റെ ശരീരത്തിലെ നിറം ഇങ്ങനെ വിവർണമാകുന്നുണ്ട്, നിറമൊക്കെ മാറുന്നുണ്ട്. വയസ്ഫറും, മഞ്ഞളിപ്പ് വരുന്നുണ്ട്. പക്ഷേ വലാ യഖ്തഉ ഹദീസ് റസൂലില്ല, ഹദീസ് മുറിക്കണില്ല. ഫലമ്മാ ഫറഗ മിനൽ മജ്ലിസ്, സദസ്സിൽ നിന്ന് കഴിഞ്ഞപ്പോൾ വതഫറഖ അന്നുന്നാസു, ഹദീസ് പഠിക്കാൻ വന്ന ജനങ്ങളൊക്കെ പിരിഞ്ഞു പോയപ്പോൾ ഖുൽതു ലഹു, അബ്ദുല്ലാഹിബ്നുൽ മുബാറക് പറയാം, ഞാൻ ചോദിച്ചു, യാ അബാ അബ്ദില്ലാ, മാലിക് ഇമാമിനോട് ഞാൻ ചോദിച്ചു, മാലിക് തങ്ങളെ, യാ അബാ അബ്ദില്ലാ റഅയ്തു മിൻകൽ യൗമ അജബ, ഞാൻ ഇന്നൊരു അത്ഭുതം കണ്ടിട്ടോ. ഖാല നഅം, ശരി തന്നെയാണ്. ഇന്നമാ സബർതു, നിങ്ങൾ പറഞ്ഞ കാര്യം മനസ്സിലായി, തേള് കുത്തിയതല്ലേ? അതെ. ഇന്നമാ സബർതു ഇജ്ലാൽ ലി ഹദീസ് റസൂലില്ലാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹദീസിനോടുള്ള ബഹുമാനം കാരണത്താലാണ് ഞാൻ ആ സദസ്സ് നിർത്തുകയോ ഹദീസിൻ്റെ ആ ഉദ്ധരിക്കൽ റിപ്പോർട്ട് ചെയ്യൽ നിർത്തുകയോ ചെയ്യാതെ ഹദീസ് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ നിർത്തുന്നത് അദബുകേടാണ്. അപ്പോൾ തേള് കുത്തി മറിഞ്ഞിട്ടും 16 തവണ തേള് കുത്തിയിട്ടും ഹദീസ് നിർത്താതെ അദ്ദേഹം ക്ലാസ് എടുക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ ശരീരത്തിൽ വന്ന വേദനയോ നിറം മാറ്റമോ വിഷമമോ ഒന്നും പരിഗണിക്കാതെ അവരുടെ ആ ഡെഡിക്കേഷൻ, അർപ്പണം, ഹബ്ബുൻ നബി അക്രാം, ഹദീസിനോടുള്ള ഇഹ്തിറാം അതാ കാണുന്നത്. ഇബ്നു മഹ്ദി തങ്ങൾ പറയാം, മശീതു യൗമ മാലികിൻ അൽ-അഖീഖി വസഅൽതു ഹദീസിൻ വന്തഹറനി വഖാല ലി കുന്തു ഫി ഐനി അജല്ല മിന്നി അമിൻ അൻ തസ്സലാൻ ഹദീസ് റസൂലില്ലാഹി വനഹനു നംശി. ഇബ്നുൽ മഹ്ദി തങ്ങൾ പറയാണ്, ഞാനൊരിക്കൽ മാലിക് ഇമാമിൻ്റെ കൂടെ അഖീഖ് എന്ന് പറഞ്ഞ മദീനയിൽ നിന്ന് കുറച്ചപ്പുറമുള്ള ഒരു സ്ഥലമാണ് അഖീഖ്. ഈ അഖീഖ് എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് ഒരു 3 മൈൽ അപ്പുറം മദീനയിൽ നിന്ന്, ഇന്നിപ്പോൾ ആ പേരുണ്ടോളം ഉണ്ടാവണമെന്നില്ല, ഏതായാലും അഖീഖ് എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് ഞാൻ മാലിക് ഇമാമിൻ്റെ കൂടെ നടന്നു പോവുക. അപ്പോൾ പോകുന്ന വഴിയിൽ ഞാനൊരു ഹദീസിനെ കുറിച്ച് ചോദിച്ചപ്പോൾ അദ്ദേഹം പറയാം, നിങ്ങൾ ഇങ്ങനെയൊക്കെ ചോദിച്ചെന്ന് ഞാൻ മനസ്സിലാക്കിയിരുന്നില്ല, ഇതിനേക്കാളൊക്കെ നിങ്ങൾ ഒരു വലിയ ആളാണ്, അത്യാവശ്യം മര്യാദയൊക്കെ ഉള്ള ആളാണെന്ന് ഞങ്ങളെപ്പറ്റി മനസ്സിലാക്കിയിരുന്നത്. എന്താ ഇപ്പോൾ ചെയ്ത കാര്യം? എന്താ? നിങ്ങൾ അള്ളാഹു റസൂലിൻ്റെ ഹദീസ് നമ്മൾ നടന്നുകൊണ്ടിരിക്കുമ്പോഴാണ് ചോദിക്കുക, നിങ്ങൾ ഇത്തരക്കാരനാണ് നിങ്ങൾ ഞാൻ മനസ്സിലാക്കിയിട്ടില്ല, ഇതിനേക്കാളൊക്കെ നിങ്ങൾ ഉഷാറാണ് ഞാൻ മനസ്സിലാക്കിയത്. അപ്പോൾ മാലിക് റളിയല്ലാഹു തആല അൻഹുവിനെ ഇഷ്ടപ്പെട്ടില്ല. നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഹദീസ് ചർച്ച ചെയ്യാൻ പാടില്ല. ഹദീസിൻ്റെ വിഷയമൊക്കെ ചർച്ച ചെയ്യണമെങ്കിൽ ഇരുന്ന് അതിൻ്റെ മര്യാദയിൽ ഇരുന്ന് ആ ബഹുമാനത്തോടു കൂടി ചർച്ച ചെയ്യേണ്ട വിഷയമാണ്. നമ്മൾ ആടം വർത്താനം പറയുന്ന കൂട്ടത്തിലല്ല ഹദീസ് സംസാരിക്കേണ്ടത് എന്നാണ് ആ സന്ദേശമാണ് മഹാനായ മാലിക് റളിയല്ലാഹു തആല അൻഹു ഈ സംഭവത്തിലൂടെ സമർപ്പിക്കുന്നത്. അതുപോലെ വസഅലഹു ജരീർ ഇബ്നു അബ്ദുൽ ഹമീദ് അൽ ഖാദി അൻ ഹദീസിൻ വഹുവ ഖായിമുൻ ഫഅമറ ബിഹബ്സി. മഹാനായ മറ്റൊരു അത്ഭുത സംഭവം പറയാണ്. മഹാനായ മാലിക് ഇമാമിനോട് ജരീർ ഇബ്നു അബ്ദുൽ ഹമീദ് എന്ന് പറഞ്ഞ അദ്ദേഹം ഖാദിയാണ്, അദ്ദേഹം നാട്ടിലെ ന്യായാധിപനാണ്, ജഡ്ജാണ്. ഒരു ഹദീസിൽ അന്നത്തെ ജഡ്ജിമാരും വലിയ പണ്ഡിതന്മാരും അറിവ് അന്വേഷിക്കുന്ന വിദ്യാർത്ഥികളുമാണല്ലോ. അപ്പോൾ മാലിക് ഇമാം റഹിമഹുല്ല ഇങ്ങനെ മാലിക് ഇമാമിനോട് ഇദ്ദേഹം ഈ ജരീർ ബിൻ അബ്ദുൽ ഹമീദ് എന്ന് പറയുന്ന ജഡ്ജി ഒരു ഹദീസ് ചോദിച്ചു. ബഹുവ ഖായിമുൻ, മുൻപ് നിന്നുകൊണ്ടാണ് ചോദിച്ചത്. അപ്പോൾ മാലിക് ഇമാം പറയാം, ഇദ്ദേഹത്തെ പിടിച്ച് കൂട്ടിലടക്കുമെന്നാണ് പറഞ്ഞത്. ആര്? മാലിക് ഇമാം പറയാം, ഫഅമറ ബിഹബ്സിഹി, ഈ ചോദിച്ച ജരീർ ബിൻ അബ്ദുൽ ഹമീദ് എന്ന് പറഞ്ഞ ജഡ്ജിയെ കൂട്ടിലടക്കാൻ എന്ന് പറഞ്ഞാൽ ജയിലിൽ തടങ്കലിലിടാൻ, തുറുങ്കിലടക്കാനുള്ള കൽപ്പന. ഫഖീല ലഹു, പാരോ മാലിക് ഇമാമിനോട് പറഞ്ഞു, ഇന്നഹു ഖാദിൻ, ഒരു ജഡ്ജാണ് എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം പറയാം, ഖാല അൽ ഖാദിയ ഹഖ്ഖു മൻ ഉദ്ദിബ, അദബ് പഠിപ്പിക്കപ്പെടേണ്ടവർ ഏറ്റവും അദബ് പഠിപ്പിക്കപ്പെടേണ്ടത് ഖാദി തന്നെയാണ്. ഖാദിക്കാണ് ആദ്യം മര്യാദ പഠിപ്പിക്കേണ്ടത്. അപ്പോൾ എന്താ ഖാദി ചെയ്ത അപരാധം? മാലിക് റളിയല്ലാഹു തആല അൻഹു ഈ ഖാദിയെ പിടിച്ച് ജയിലിലടക്കുമെന്ന് ഉത്തരവിടുകയാണ്. അതിന് കാരണം എന്താണ്? ആ ഖാദി നിന്നുകൊണ്ട് ഹദീസ് ചോദിച്ചു. ഒരു ഹദീസൊക്കെ ചോദിക്കുക ചെയ്യുമ്പോൾ അതിൻ്റെ ബഹുമാനം പുലർത്തണ്ടേ? അദബില്ലാത്ത ഖാദിയോ അദ്ദേഹത്തെ ജയിലിലടക്കൂ എന്ന് മാലിക് ഇമാം പറഞ്ഞു. വദുകിറാൻ ഹിശാം ബിൻ അൽ-ഗാസി സഅല മാലികൻ അൻ ഹദീസിൻ ഹുവ ആഖിഫുൻ വദറബഹു 20 സൗത ثم اشفق عليه فحدثه 20 حديثا فقال هشام وددت لو زادني صياطا ويزيدني حديثا. രസകരമായ അത്ഭുതകരമായ ഒരു സംഭവം പറയാം. ഹിശാം ബിൻ അൽ-ഗാസി എന്ന് പറഞ്ഞ ആൾ പറയാണ്, മഹാൻ പറയാം, അദ്ദേഹം നല്ല ഒരു അറിവ് പഠിക്കുന്ന താല്പര്യക്കാരനാണ്, ഹദീസ് പഠിക്കാനുള്ള ആഗ്രഹക്കാരനാണ്. മാലിക് ഇമാമിനോട് നിന്നുകൊണ്ട് ഒരു ഹദീസ് ചോദിച്ചു. അപ്പോൾ മാലിക് ഇമാം പറഞ്ഞു, ഇദ്ദേഹത്തെ 20 ചാട്ട കൊണ്ട് അടിക്കുമെന്ന് പറഞ്ഞു. ഹദീസ് ചോദിച്ചതാണ്, നിന്നുകൊണ്ടാണ് ചോദിച്ചത്. ഹദീസ് നിന്നുകൊണ്ട് ചോദിച്ചപ്പോൾ പറഞ്ഞു 20 ചാട്ടടിക്കാൻ വേണ്ടി പറഞ്ഞു. 20 ചാട്ടവാർ അടി കൊടുത്തു. എന്നിട്ട് സുമ്മ അഷ്ഫഖ അലൈഹി, അദ്ദേഹത്തിന് പാവം തോന്നി. ഫഹദ്ദസഹു 20 ഹദീസ, അത് കഴിഞ്ഞ് അടിയൊക്കെ കൊടുത്ത ശേഷം വന്നിരുന്നിട്ട് 20 ഹദീസ് പഠിപ്പിച്ചു കൊടുത്തു. എന്നിട്ട് ഹിഷാം എന്നവർ പറയാണ്, ഞാൻ ആഗ്രഹിച്ചു പോയി, ഇനി അദ്ദേഹം എനിക്ക് 40 അടിയാണ് അല്ലെങ്കിൽ ഇതിനേക്കാളും കൂടുതൽ ചാട്ടവാറ് കൊണ്ട് അടിയാണ് കിട്ടിയതെങ്കിൽ അത്രയും ഹദീസ് എനിക്ക് പറഞ്ഞു തരുന്നല്ലോ, അതുകൊണ്ട് ഞാൻ ആഗ്രഹിച്ചു പോയി, എനിക്ക് ചാട്ടവാർ അടി കൊണ്ട്
കൂടുതൽ അടി കിട്ടിയാലും കുഴപ്പമില്ല, എനിക്ക് ഹദീസ് കൂടുതൽ പഠിക്കാമായിരുന്നല്ലോ. ആ കാലഘട്ടത്തിലെ ജനങ്ങളുടെ മനസ്സാണത്. അബ്ദുല്ലാഹിബിൻ സാലിഹ് പറയാം, കാനമാലിക്കും വല്ലൈസുലായക്തുവാനിൽ ഹദീസ ഇല്ലാഹുമാ ത്വാഹിറാൻ. അബ്ദുല്ലാഹിബിൻ സാലിഹ് എന്നിവർ പറയാം, മാലിക് ഇമാം ലൈസ് ഇമാം ഒക്കെ ഹദീസ് എഴുതണമെങ്കിൽ ഒതു എടുത്തിട്ട് ശുദ്ധിയായിട്ട് ചെയ്യുള്ളൂ. അതുപോലെ ഒതുവില്ലാതെ മഹാനായ ഖതാദ റളിയല്ലാഹു അൻഹു ഒരു ഹദീസ് നബി തങ്ങളെ പറ്റി പറയുമായിരുന്നില്ല ത്വഹാറത്തില്ലാതെ. അതുപോലെ ആമഷ് എന്നവർ ഒതുവില്ലെങ്കിൽ തയമ്മുമെങ്കിലും ചെയ്തുകൊണ്ടായിരുന്നു ഹദീസ് പറഞ്ഞിരുന്നത്. ഇതാണ്. ഇനി അടുത്തൊരു ഉപശീർഷകം ഖാദിയാൽ തങ്ങൾ പറയാൻ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ആദരിക്കുന്നതിൻ്റെ ഭാഗമാണ് ഇവിടുത്തെ അഹ്ലുബൈത്തിനെ, ഇവിടുത്തെ ഉമ്മഹാത്തുൽ മുഅ്മിനീങ്ങളെ, അസ്വാജുൻ നബി ത്വാഹിറാത്തിനെ ആദരിക്കുക, ബഹുമാനിക്കുക എന്നുള്ളത്. ഇന്നമാ യുരീദുല്ലാഹു ലിയുദ്ഹിബ അൻകും അർ-റിജ്സ അഹ്ലൽ ബൈത്ത് വയുതഹിറകും തത്ഹീറാ എന്ന് പരിശുദ്ധ ഖുർആനിൽ പറഞ്ഞല്ലോ. അഹ്ലുബൈത്തിനോടുള്ള സ്നേഹം, ബഹുമാനം. അൻഷദുകുമുല്ലാഹ അഹ്ല ബൈത്തി, നബി തങ്ങൾ പറയുമായിരുന്നു, അഹ്ലുബൈത്തിനോടുള്ള സ്നേഹം, ബഹുമാനം, അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എപ്പോഴും ഊന്നി പറയുമായിരുന്നു. അത് റസൂലുള്ളാഹി തങ്ങളോടുള്ള ഹുബ്ബിൻ്റെ ഭാഗമാണ് അഹ്ലുബൈത്തിനോടുള്ള സ്നേഹം എല്ലാ കാലത്തും. ഹദീസിൽ കാണാം, ഇന്നി ദാരികും ഫീകും മാ ഇൻ അഖദതും ബിഹി ലൻ തദില്ലു കിതാബല്ലാഹി വഇത്രതി അഹ്ല ബൈത്തി ഫൻദുറൂ കൈഫ തഖ്ലുഫൂനി ഫീഹിമാ. ഞാൻ നിങ്ങൾക്ക് 2 എണ്ണം വിട്ടേച്ചു പോകുന്നു എന്ന് പറഞ്ഞത്, ആ 2 എണ്ണം നിങ്ങൾ മുറുകെ പിടിക്കുകയാണെങ്കിൽ, 2 എണ്ണം നിങ്ങൾ ആശ്രയിക്കുകയാണെങ്കിൽ നിങ്ങൾ നശിച്ചു പോകില്ല. ഒന്ന് കിതാബുല്ലാഹ്, അല്ലാഹുവിൻ്റെ ഖുർആൻ, 2 അഹ്ലുബൈത്ത്. അതുപോലെ വേറെ ഹദീസ് കാണാം, മാരിഫത്തു ആലി മുഹമ്മദിൻ ബറാഅത്തും മിനന്നാർ. വല്ലാത്തൊരു സന്ദേശമാണ്. നബി തങ്ങൾ പറയാം, മാരിഫത്തു ആലി മുഹമ്മദിൻ, ആലു മുഹമ്മദിനെ മനസ്സിലാക്കുക, അതുപോലെ നബി കുടുംബത്തെ മനസ്സിലാക്കുക എന്നുള്ളത് അത് നരകത്തിൽ നിന്നുള്ള മോചനമാണ്. അതുപോലെ ഹുബ്ബു ആലി മുഹമ്മദിൻ ജവാസുൻ അല സിറാത്ത്, നബി കുടുംബത്തെ സ്നേഹിക്കുക എന്നുള്ളത് സിറാത്ത് പാലത്തിലൂടെ കടന്നു പോകാനുള്ള മാർഗമാണ്. സിറാത്തിൻ്റെ മേലെ കടന്നു പോകലാണെന്ന് പറഞ്ഞാൽ നരകത്തിലേക്ക് വീഴാതെ സുരക്ഷിതമായി സ്വർഗത്തിലെത്താനുള്ള ഉപാധിയാണ്. വലി വിലായത്തുൽ ആലി മുഹമ്മദിൻ നമാനും മിനൽ അദാബ്, നബി കുടുംബത്തോടുള്ള വിലായത്ത്, പ്രതിബദ്ധത, സ്നേഹം, ബഹുമാനം, വിധേയത്വം, അത് അദാബിൽ നിന്നുള്ള സുരക്ഷയാണ്. ഉലമാക്കൾ പറയാം, മാരിഫത്തുഹു എന്ന് പറഞ്ഞാൽ മാരിഫത്തു മക്കാനത്തിഹിം മിനൻ നബിയ്യി വഇദ അറഫഹും ബിദാലിക അറഫ വുജൂബ ഹഖ്ഹിം വഹുർമതഹും ബിസബബി. അഹ്ലുബൈത്തിനോടുള്ള സ്നേഹം, അഹ്ലുബൈത്തി കസഫീനത്തു നൂഹ് എന്ന ഹദീസും വിശുദ്ധമാണല്ലോ. ഉമർ ബിൻ നബി സലമ തങ്ങൾ പറയാണ്, ഈ ആയത്തിറങ്ങിയപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അല്ലാഹു തആല ഏറ്റവും ആദരിച്ചു നബി തങ്ങളുടെ കുടുംബത്തെ എന്ന്. ആ കുടുംബത്തെ അല്ലാഹു തആല സുരക്ഷിതമാക്കി, അവരെ എല്ലാവിധ മാലിന്യങ്ങളിൽ നിന്നും അവരെ സുരക്ഷിതമാക്കി, മാലിന്യമുക്തരാക്കി എന്ന് പറയുന്ന ആയത്തിറങ്ങിയപ്പോൾ സ്വഹാബത്ത് ഒന്നടങ്കം അവരെ അങ്ങേയറ്റം ബഹുമാനിക്കുമായിരുന്നു. പിന്നീട് അതിനു മുമ്പും ബഹുമാനിക്കുമായിരുന്നു. അതിനുശേഷം അഹ്ലുബൈത്തിനോടുള്ള സ്നേഹവും ബഹുമാനവും അവർക്ക് കൂടി. അല്ലാഹുമ്മ ഹൗലാഇ അഹ്ലി, നബി തങ്ങൾ അഹ്ലുബൈത്തിനെ കുറിച്ച് പറയുമായിരുന്നു, മൻ കുന്തു മൗലാഹു ഫഅലിയുൻ മൗലാ. അങ്ങനെ അഹ്ലുബൈത്തിൽപ്പെട്ട ഓരോരുത്തരെ, അലി റളിയല്ലാഹു അൻഹുവെ, അതുപോലെ ഫാത്തിമ ബീവിയെ, ഹസൻ ഹുസൈൻ റളിയല്ലാഹു അൻഹുമായെ ഒക്കെ പറയുന്ന ഒരുപാട് ഹദീസുകൾ കാണാം. വിശദാംശങ്ങളിലേക്ക്, വിശദമായ ആ സമഗ്രമായ വിശദീകരണത്തിലേക്ക് നമ്മൾ പോവല്ല, സമയദൈർഘ്യം ഭയന്നുകൊണ്ട്. നബിതങ്ങൾ പറയുമായിരുന്നു, റുഖൂബു മുഹമ്മദൻ ഫീ അഹ്ലി ബൈത്തിഹി എന്ന് നബിതങ്ങളും പറയും. നബിതങ്ങളെപ്പോലെ തന്നെ അബൂബക്കർ റളിയല്ലാഹു അൻഹുവും പറയുമായിരുന്നു, നബിതങ്ങളെ നിങ്ങൾ തേടേണ്ടത് ഇവിടുത്തെ അഹ്ലു ബൈത്തിലാണ്. മഹാനായ അബൂബക്കർ റളിയല്ലാഹു അൻഹു പറയുമായിരുന്നു, വല്ലദീ നഫ്സി ബിയദിഹി ലഖറാബത്തു റസൂലില്ലാഹി ഹബ്ബു ഇലയ്യ മിൻ നസ്ല മിൻ ഖറാബത്തി. എൻ്റെ കുടുംബത്തെക്കാൾ എനിക്ക് പ്രിയങ്കരം റസൂലുള്ളാഹിൻ്റെ കുടുംബമാണ്. അപ്പോൾ സഹാബത്ത് അതിൻ്റെ ബഹുമാനം ശരിക്കും പുലർത്തുമായിരുന്നു. അഹ്ലുബൈത്തിൻ്റെ ശേഷം, അഥവാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലശേഷവും അഹ്ലുബൈത്തിലെ സാദാത്തുമാരോട് ഭരണാധികാരികൾ പോലും വലിയ ബഹുമാനം. ഉമർ ബിൻ അബ്ദുൽ അസീസ് എന്നവരെ പറ്റി പറയാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കുടുംബത്തിൽപ്പെട്ട വല്ലവരും വന്നാൽ, ഉമർ ബിൻ അബ്ദുൽ അസീസ് അമീറായിരിക്കുമ്പോൾ, ഖലീഫയായിരിക്കുമ്പോൾ അവിടെ നിന്ന് 5ാം ഖലീഫ എന്ന് വിളിക്കപ്പെടുന്ന ആളാണല്ലോ. എന്തെങ്കിലും ആവശ്യത്തിന് അഹ്ലുബൈത്തിൽ നിന്ന് വല്ലവരും വരികയാണെങ്കിൽ പറയും, നിങ്ങൾ എന്തിനാണ് ഇങ്ങോട്ട് വന്നത്? നിങ്ങൾ നാളെ ഒരു വിവരം അറിയിച്ചാൽ പോരെ, ഞാൻ അങ്ങോട്ട് വരുമായിരുന്നില്ലേ? കാരണം എൻ്റെ വാതിൽക്കൽ വന്നുകൊണ്ട് അഹ്ലുബൈത്തിൽപ്പെട്ട ആരെങ്കിലും ഒരു ആവശ്യത്തിന് വേണ്ടി എൻ്റെ മുമ്പിൽ വരിക എന്നത് അള്ളാഹുവിൻ്റെ മുമ്പിൽ ഞാൻ ലജ്ജിച്ച് തലതാഴ്ത്തുന്ന കാര്യമാണ്. ഫഇന്നി യസ്തഹയി മിനല്ലാഹി അൻ യറാക അലാ ബാബി. എൻ്റെ വാതിൽക്കൽ അഹ്ലുബൈത്തിൽപ്പെട്ട ഒരാളെ കാണുക എന്നുള്ളത് എനിക്ക് അള്ളാഹുവിൻ്റെ മുമ്പിൽ ലജ്ജയുള്ള കാര്യമാണ്. അതുകൊണ്ട് എന്ത് കാര്യമുണ്ടെങ്കിലും എൻ്റെ അടുക്കലേക്ക് സന്ദേശം വിട്ടാൽ മതി, ഞാൻ അങ്ങോട്ട് വരും, കാര്യങ്ങൾ നിവർത്തിച്ചു തരും. അതുപോലെ തന്നെ പഠനാർഹമായ മറ്റൊരു സംഭവം ഇമാം ഷാബി തങ്ങൾ ഉദ്ധരിക്കുകയാണ്. സയ്യിദ് ഇബ്നു സാബിത്ത് എന്ന് പറഞ്ഞ സഹാബി വലിയ സഹാബിയാണ്. റസൂലുള്ളാഹിൻ്റെ കുത്താബുൽ വഹയിൽപ്പെട്ട ആളാണ്. സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വഹയിൻ്റെ ലേഖകരിൽപ്പെട്ട ആളാണ് സയ്യിദ് ഇബ്നു സാബിത്ത് റളിയല്ലാഹു അൻഹു. ആ സയ്യിദ് റളിയല്ലാഹു തആല അൻഹു അവരുടെ ഉമ്മാൻ്റെ ജനാസ നിസ്കരിച്ച് ഇങ്ങ് പുറത്തിറങ്ങുകയാണ്. സുമ്മ കുരിബത്ത് ബഗ്ലത്തുഹു, അദ്ദേഹത്തിന് യാത്ര പോകാനുള്ള കോവർ കഴുത, അന്നത്തെ യാത്രാവാഹനം അതൊക്കെയാണല്ലോ. അദ്ദേഹം കോവർ കഴുതൻ്റെ പുറത്ത് കയറാൻ വേണ്ടി നിൽക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ എന്തോ ഒരു സാധനം വീഴുകയോ മറ്റോ ചെയ്തപ്പോൾ അത് എടുക്കാൻ വേണ്ടിയിട്ട് വരികയാണ്. ഇബ്നു അമ്മി റസൂലില്ലാഹി റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഇബ്നു അമ്മായ അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ പിതൃവ്യൻ അബ്ബാസ് റളിയല്ലാഹു അൻഹുവിൻ്റെ പുത്രനായ അബ്ദുല്ലാഹിബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ഇങ്ങോട്ട് വരികയാണ്. അപ്പോൾ താരതമ്യേന അബ്ദുല്ലാഹിബ്നു അബ്ബാസ് വളരെ ചെറുപ്പമാണ്. സയ്യിദ് ഇബ്നു സാബിത്ത് റളിയല്ലാഹു അൻഹു പ്രായമുള്ള ആളാണ്, പ്രായാധിക്യമൊക്കെ ഉള്ള ആളാണ്.
അപ്പോൾ സെയ്ദ് ബിൻ സാബിത്ത് റളിയല്ലാഹു തആല അൻഹു തൻ്റെ ഈ കഴുതപ്പുറത്ത് കോവർ കഴുതപ്പുറത്ത് കയറാൻ വേണ്ടി നിൽക്കുമ്പോൾ അദ്ദേഹത്തിന് ഒരു സഹായം ചെയ്തു കൊടുക്കാൻ വേണ്ടി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല ഇങ്ങോട്ട് വരുമ്പോൾ പിന്നെ മഹാനായ സെയ്ദ് ബിൻ സാബിത്ത് റളിയല്ലാഹു തആല പറഞ്ഞു, വേണ്ട എനിക്ക് ഖിദ്മത്തൊന്നും എടുക്കണ്ട, നിങ്ങൾ ആരാണ്, ബഹുമാനപൂർവ്വം പറയാം. അപ്പോൾ അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹു സെയ്ദ് റളിയല്ലാഹു അൻഹുവോട് പറയാണ്, ഹഖദാ നഫഅല ബിൽ ഉലമാ, ഞങ്ങളെ ഉലമാക്കന്മാരോട് ഇങ്ങനെയാണ് ഞങ്ങൾ ചെയ്യേണ്ടത്, നിങ്ങളൊക്കെ വലിയ ഉലമാക്കളല്ലേ, റസൂലുള്ളാഹിന്റെ വഹി എഴുതിയ കാത്തിബല്ലേ. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു മോശമൊന്നുമല്ല, റയീസുൽ മുഫസ്സിരീനാണ്, ഹബറുൽ ഉമ്മയാണ്, സഹാബത്തിലെ മഹാപണ്ഡിതനാണ്. പക്ഷേ വഹയിൻ്റെ കുത്താബിയങ്ങളിൽപ്പെട്ട സെയ്ദ് ബിൻ സാബിത്ത് റളിയല്ലാഹു അൻഹുവിന് വേണ്ടി ഖിദ്മത്തെടുക്കുക ആര്, ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു. അതിനെ സെയ്ദ് ബിൻ സാബിത്ത് റളിയല്ലാഹു അൻഹു ആദ്യം വേണ്ടെന്ന് പറയാണ്, നിങ്ങൾ ചെയ്യണ്ട, ഖിദ്മത്തെടുക്കണ്ട എന്ന് പറയാം. അപ്പോൾ പറയാം, ഹഖദാ നഫഅല ബിൽ ഉലമാ, ഞങ്ങളെ ഉലമാക്കളെ കൊണ്ട് ഞങ്ങൾ ഇങ്ങനെയാണ് ഞങ്ങൾ ചെയ്യേണ്ടത്, ഇങ്ങനെ ഞങ്ങൾ ചെയ്യുക. അപ്പോൾ സെയ്ദ് റളിയല്ലാഹു അൻഹു ആ പരസ്പര ബഹുമാനത്തിൻ്റെ ഒരു മര്യാദ പറയണം, ആ പാരസ്പര്യം. ഫഖബ്ബല സെയ്ദുൻ യദ ഇബ്നു അബ്ബാസ്, ഇങ്ങോട്ട് ഖിദ്മത്തെടുക്കാൻ വേണ്ടി വന്ന ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിൻ്റെ കൈകൾ അങ്ങോട്ട് കടന്ന് അല്ലെ അങ്ങോട്ട് ചെന്ന് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിൻ്റെ കൈകൾ ചുംബിക്കുകയാണ് സെയ്ദ് ബിൻ സാബിത്ത് റളിയല്ലാഹു അൻഹു. എന്നിട്ട് അവർ പറയാണ്, വഖാല ഹഖദാ ഉമിർനാ അൻ നഫഅല ബി അഹ്ലി ബൈത്തി നബിയിനാ സല്ലല്ലാഹു അലൈഹി വസല്ലം, ഞങ്ങളുടെ നബീൻ്റെ അഹ്ലു ബൈത്താണ് നിങ്ങൾ, അഹ്ലു ബൈത്തിൽപ്പെട്ടവരാണല്ലോ മഹാനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു. അപ്പോൾ അഹ്ലു ബൈത്തിനോട് ഞങ്ങൾ ഇങ്ങനെയാണ് ഞങ്ങൾ കൽപ്പിക്കപ്പെട്ടത്, അഹ്ലു ബൈത്തിൻ്റെ കാര്യത്തിൽ അവരെ ഇങ്ങനെ ബഹുമാനിക്കണമെന്നാണ് ഞങ്ങളോട് കൽപ്പിക്കപ്പെട്ടത്. അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ബഹുമാനം നോക്കൂ, പണ്ഡിതന്മാർ അഹ്ലു ബൈത്തിലെ പണ്ഡിതന്മാരെ. സെയ്ദ് ബിൻ സാബിത്ത് റളിയല്ലാഹു അൻഹു കോവർ കഴുതയുടെ പുറത്ത് കയറാൻ വേണ്ടി നിൽക്കുമ്പോൾ അദ്ദേഹത്തിന് ഖിദ്മത്തെടുക്കാൻ വേണ്ടി വരുന്നു ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു. ആ ഖിദ്മത്തെടുക്കാൻ വേണ്ടി വരുന്നതിനെ വേണ്ട എന്ന് പറയുന്ന തടയുമ്പോൾ ഇബ്നു അബ്ബാസ് തങ്ങൾ പറയാം, ഞങ്ങൾ ബഹുമാനപ്പെട്ട ആലിമീങ്ങളെ ഉലമാക്കളെ ഞങ്ങൾ ഇങ്ങനെ ബഹുമാനിക്കേണ്ടത്. ഇത് കേൾക്കുന്ന സെയ്ദ് റളിയല്ലാഹു തആല അൻഹു ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിൻ്റെ കൈ ചുംബിച്ചുകൊണ്ട് പറയാണ്, അഹ്ലു ബൈത്തിനെ ഞങ്ങൾ ഇങ്ങനെയാണ് ബഹുമാനിക്കേണ്ടത് എന്ന് പറയാം. അപ്പം അങ്ങോട്ടും ഇങ്ങോട്ടും ആ ബഹുമാനത്തിൻ്റെ പാരസ്പര്യം, ആ വലിയ സന്ദേശമാണ് ഹദീസ്. മുഹമ്മദ് ബിൻ ഉസാമത്ത് ബിൻ സെയ്ദ് എന്നവരെ കണ്ടു ഫഖാല യാ ലൈത ഹാദാ അബ്ദി. അങ്ങനെ ഒരുപാട് സംഭവങ്ങൾ ചുരുക്കി പറയാണ് ഞാൻ. ഒരുപാട് സംഭവങ്ങൾ മഹാനായ ഖാദി ഇയാൾ തങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് വിശദീകരിക്കുന്നുണ്ട്, നമ്മൾ ചുരുക്കുകയാണ്. ഒറ്റ സംഭവം കൂടി പറയാം. ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു ഖലീഫയായ കാലഘട്ടത്തിൽ മുഹാജിരിങ്ങളായ സഹാബിമാർക്കൊക്കെ ഒരു അലവൻസ് പ്രഖ്യാപിക്കുന്ന ഒരു 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 പരമായ ഒരു തീരുമാനമെടുത്തു. അവർ പ്രയാസപ്പെടുന്ന, ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന, സാമ്പത്തികമായിട്ടൊക്കെ പ്രയാസം അനുഭവപ്പെടുന്ന മുഹാജിരിങ്ങൾക്കൊക്കെ ഒരു അലവൻസ് ഉമർ റളിയല്ലാഹു തആല അൻഹു കൊണ്ടുവന്നു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ മകനായ അബ്ദുല്ലാഹിബ്നു ഉമർ മുഹാജിറാണല്ലോ. അബ്ദുല്ലാഹിബ്നു ഉമർ തൻ്റെ മകനായ അബ്ദുള്ള എന്നവർക്ക് 3000 ആണ് നിശ്ചയിച്ചത്. 3000 ദിർഹം അല്ലെങ്കിൽ ദീനാർ 3000. എന്നാൽ ഉസാമത്ത് ബിൻ സെയ്ദ് റളിയല്ലാഹു അൻഹു ഫി 3500 സ്വന്തം പുത്രനായ ഖലീഫ ഉമർ റളിയല്ലാഹു അൻഹു സ്വന്തം പുത്രനായ അബ്ദുല്ലാഹിബ്നു ഉമറിൻ്റെ പുത്രൻ എന്ന നിലക്കല്ല കൊടുക്കുന്നത്, ഒരുപാട് മുഹാജിരിങ്ങൾക്ക് കൊടുക്കുന്നുണ്ട്. മുഹാജിരിങ്ങൾക്കൊക്കെ ഉള്ള ഒരു അലവൻസാണ്. അവർക്ക് കൊടുക്കുമ്പോൾ സ്വന്തം മകന് 3000, ഉസാമത്ത് ബിൻ സെയ്ദ് റളിയല്ലാഹു അൻഹുവിന് 3500. അപ്പോൾ അബ്ദുല്ലാഹിബ്നു ഉമർ റളിയല്ലാഹു തആല അൻഹു വാപ്പാനോട് ചോദിച്ചു, അതല്ലപ്പാ നിങ്ങളെന്താ എനിക്ക് പോകുന്ന കുറച്ചത്, എനിക്ക് 3000, ഉസാമത്ത് ബിൻ സെയ്ദ് തങ്ങൾക്ക് 3500, അതെന്താ എനിക്കൊരു കുറവ് എന്ന് ചോദിക്കുകയാണ്. ഫഖല്ലാഹി മാ സബഖനി ഇലാ മഷ്ഹദ് ഫഖാല ലഹു, അപ്പോൾ പറയുന്ന കാരണം ഉമർ റളിയല്ലാഹു തആല അൻഹു അത് പറയുന്ന കാരണമുണ്ട്. അബ്ദുള്ള സ്വന്തം മകനോട് പറയാം, അബ്ദുള്ള ഒരു കാര്യം മനസ്സിലാക്കണം, നിൻ്റെ വാപ്പാരാണ് ഉമറാണ്, എന്നാൽ ഈ ഉസാമത്ത് ബിൻ സെയ്ദിൻ്റെ വാപ്പാരാണ് സെയ്ദാണ്. അള്ളാഹുവിൻ്റെ റസൂലിന് നിൻ്റെ വാപ്പ ഉമറിനേക്കാൾ ഇഷ്ടമായിരുന്നു ഉസാമയുടെ പിതാവായ സെയ്ദിനോട്. അതുപോലെ നിൻ്റെ പേരെന്താ, അബ്ദുള്ള. ഇതാരാ, നീ ആരെപ്പറ്റിയാണ് പറയുന്നത്? ഉസാമത്ത് ബിൻ സെയ്ദ്. അബ്ദുള്ള, നിന്നെക്കാൾ അള്ളാഹുവിൻ്റെ റസൂലിന് ഇഷ്ടമായിരുന്നു ഉസാമയോട്. അപ്പോൾ നിൻ്റെ ഉപ്പയായ ഉമറിനേക്കാൾ ഉസാമത്ത് ബിൻ സെയ്ദിൻ്റെ ഉപ്പയായ സെയ്ദ് റളിയല്ലാഹു അൻഹുവിനോടായിരുന്നു റസൂലുള്ളാഹിക്ക് ഇഷ്ടം, ഹുബ്ബ്. അതുപോലെ അബ്ദുള്ള എന്ന നിന്നെക്കാൾ ഈ ഉസാമയോടായിരുന്നു അള്ളാഹുവിൻ്റെ റസൂലിന് ഇഷ്ടം, എനിക്കറിയാം. അതുകൊണ്ട് അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ ഇഷ്ടത്തിനാണ് നിൻ്റെ വാപ്പാൻ്റെയും നിൻ്റെയും ഇഷ്ടത്തിനേക്കാൾ ഞാൻ പ്രാമുഖ്യം കൊടുക്കുന്നത് എന്ന മറുപടിയാണ് പറഞ്ഞത്. ഫഖാല ലഹു ലിഅന്ന സെയ്ദൻ കാന ഹബ്ബ ഇലാ റസൂലില്ലാ, ഉസാമത്ത് ബിൻ സെയ്ദിൻ്റെ പിതാവായ സെയ്ദ് ആയിരുന്നു മിൻ നബീക, നിൻ്റെ വാപ്പ അഥവാ എന്നെക്കാൾ. ഉമർ റളിയല്ലാഹു അൻഹുവിനോട് പറയുന്നത് നിൻ്റെ വാപ്പയേക്കാൾ, ഉമറിനേക്കാൾ അഥവാ എന്നെക്കാൾ ഉസാമയുടെ പിതാവായ സെയ്ദിനായിരുന്നു റസൂലുള്ളാഹിക്ക് ഇഷ്ടം. അതുപോലെ ഉസാമയാണ് ഹബ്ബ ഇലൈഹി മിൻക, അബ്ദുള്ള നിന്നെക്കാൾ അള്ളാഹുവിൻ്റെ റസൂലിന് ഇഷ്ടം ഉസാമയായിരുന്നു. ഫാതറത്തു ഹുബ്ബ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അലാ ഹുബ്ബി, അതുകൊണ്ട് റസൂലുള്ളാഹിൻ്റെ ഹുബ്ബിനാണ് ഞാൻ പ്രാമുഖ്യം കൊടുത്തത്, എൻ്റെ ഹുബ്ബിനേക്കാൾ അതിനാണ് ഞാൻ മുൻഗണന കൊടുത്തത്. അതുകൊണ്ടാണ് അദ്ദേഹത്തിന് 3500, നിനക്കതിൽ കുറവ് 3000 എന്ന് ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു. മഹാനായ മുആവിയ റളിയല്ലാഹു തആല അൻഹുവിനെ കുറിച്ച് പറയാണ്. മുആവിയ റളിയല്ലാഹു അൻഹുവിന് വിവരം കിട്ടി, ആരോ പറഞ്ഞു, അന്ന കാബിസ് ബിൻ റബിയ എന്ന് പറഞ്ഞ മഹാൻ റസൂലുള്ളാഹിൻ്റെ അതേപോലെയാണെന്ന് പറഞ്ഞു. യുഷ്ബിഹു റസൂലില്ല, റസൂലുള്ളാഹിൻ്റെ അതേ രൂപസാദൃശ്യമുണ്ട് കാബിസ് ബിൻ റബിയ എന്ന് പറഞ്ഞ സഹാബിക്ക് എന്ന് കേട്ടപ്പോൾ
ആ വിവരം കേട്ടപ്പോൾ മുആവിയ റളിയല്ലാഹു അൻഹു അദ്ദേഹത്തെ ആദരിച്ചു, ബഹുമാനിച്ചു. മുആവിയ റളിയല്ലാഹു അൻഹു ഖലീഫയാണ്, അമവി ഭരണത്തിൻ്റെ സാരഥിയാണ്, അമവി ഭരണ കുടുംബത്തിൻ്റെ അല്ലെങ്കിൽ ഭരണ സാരഥ്യത്തിൻ്റെ നേതൃത്വമരുളുന്ന ആളാണ്. ആ മുആവിയ റളിയല്ലാഹു അൻഹു കാബിസ് ബിൻ റബിയ എന്ന് പറഞ്ഞ മഹാനെ സ്വീകരിച്ചു, ബഹുമാനിച്ചു. ഖാമഅൻ സരീരിഹി, തൻ്റെ കട്ടിലിൽ നിന്ന് എഴുന്നേറ്റ് നിന്നു. വതലഖാഹു വഖബ്ബല ബൈന, അദ്ദേഹത്തെ പിടിച്ച് വരവേറ്റു, സ്വീകരിച്ചിരുത്തി. എന്നിട്ട് ഈ കാബിസ് ബിൻ റബിയ എന്നവരുടെ രണ്ട് കണ്ണുകൾക്കിടയിൽ നെറ്റത്ത് ചുംബനം വെച്ചു, ഉമ്മ വെച്ചു. കാരണം എന്താ? ലിശബഹിഹി സൂറത്ത് റസൂലില്ല, കാരണം മറ്റൊന്നുമല്ല, അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ പോലെയാണെന്ന് ജനങ്ങളൊക്കെ പറഞ്ഞു കേട്ടു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് രൂപസാദൃശ്യമുണ്ടായിരുന്നു എന്ന ഒറ്റ കാരണം കൊണ്ടാണ് മഹാനായ കാബിസ് ബിൻ റബിയ എന്നവർക്ക് അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ രൂപസാദൃശ്യമുള്ള വ്യക്തി എന്ന നിലയിൽ മുആവിയ റളിയല്ലാഹുവിന് ഇത്രയും വലിയ ബഹുമാനം കൊടുത്തത് എന്ന്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുള്ള ആദരവിൻ്റെ ഭാഗമാണ് അവിടത്തോടെ രൂപസാദൃശ്യമുണ്ടെന്ന് പറയപ്പെടുന്നവർക്ക്, അല്ലെങ്കിൽ രൂപസാദൃശ്യമുള്ള ആളുകളോട് പോലും അവർ കൊടുക്കുന്ന സ്ഥാനവും ബഹുമാനവും ഒക്കെ. അങ്ങനെ ഒട്ടനേകം ഹദീസുകൾ നമുക്ക് കാണാൻ കഴിയും, ഒരുപാട് സംഭവങ്ങൾ കാണാൻ കഴിയും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഭൃത്യയായിരുന്ന മൗലാത്തായിരുന്ന ഉമ്മു ഐമൻ ബീവിയെക്കുറിച്ച് നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അനന്തരമായി അവിടുത്തെ പിതാവ് അബ്ദുള്ള മരണപ്പെട്ടപ്പോൾ അനന്തര സ്വത്തായി കിട്ടിയ വസ്തുവകകളിൽപ്പെട്ടതായിരുന്നല്ലോ ഉമ്മു ഐമൻ ബീവി. ആ ഉമ്മു ഐമൻ ബീവിയെ പിന്നെ ഖദീജ റളിയല്ലാഹു അൻഹയുമായുള്ള വിവാഹത്തെ തുടർന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഖദീജ ബീവിയെ കല്യാണം കഴിച്ചതിനെ തുടർന്ന് ഉമ്മു ഐമൻ ബീവി റളിയല്ലാഹു അൻഹയെ പിന്നെ റസൂലുള്ളാഹി സ്വന്തയാക്കിയിട്ട് പിന്നെ പറഞ്ഞു വിടുകയാണ്. എന്നാലും ആ ഉമ്മു ഐമൻ ബീവിയുമായുള്ള ബഹുമാനം, ബന്ധം നബി തങ്ങൾ വളരെ കാത്തു സൂക്ഷിച്ചിരുന്നു. നമ്മൾ നേരത്തെ ഒരു എപ്പിസോഡിൽ പറഞ്ഞിരുന്നല്ലോ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ബൗല്, അവിടുത്തെ മൂത്രം ഒഴിച്ചു വെച്ചത് പോലും അകത്താക്കിയ കുടിച്ച ആളാണ് ഉമ്മു ഐമൻ ബീവി റളിയല്ലാഹു അൻഹ. ആ ഉമ്മു ഐമൻ ബീവിയെ വലിയ ബഹുമാനമായിരുന്നു നബി തങ്ങൾക്ക്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവരെ ബഹുമാനിക്കുമായിരുന്നു, ആദരിക്കുമായിരുന്നു. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലശേഷവും അബൂബക്കർ റളിയല്ലാഹു അൻഹു, ഉമർ റളിയല്ലാഹു അൻഹു ഇവരൊക്കെ ഉമ്മു ഐമൻ ബീവിയെ ആദരിക്കുകയും ബഹുമാനിക്കുകയും അവരെ ചെന്ന് സന്ദർശിക്കുകയും ഒക്കെ ചെയ്യുകയും, എന്നിട്ട് അവരെ ആദരിച്ചുകൊണ്ട് കാന റസൂലുള്ളാഹി യസൂറുഹ, അവരെ നബി തങ്ങൾ സന്ദർശിച്ചിരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അവരെ സന്ദർശിച്ച് അവർക്ക് വേണ്ട സഹായങ്ങളൊക്കെ ചെയ്തു കൊടുക്കുകയും ചെയ്യുമായിരുന്നു. അതുപോലെ ഹലീമ റളിയല്ലാഹു തആല അൻഹയുടെ പുത്രി ഷൈമ എന്നവർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുലകുടി ബന്ധത്തിലൂടെയുള്ള സഹോദരിയാവുമല്ലോ, അവരെയും അള്ളാഹുവിൻ്റെ റസൂൽ വളരെ ആദരിക്കുകയും വളരെ ബഹുമാനിക്കുകയും അവർക്ക് വേണ്ട എല്ലാവിധ ബഹുമാനാദരവുകളും സമർപ്പിക്കുകയും ചെയ്യുമായിരുന്നു. ഇങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആദരിച്ചതിനെ, അതുപോലെ അവരുടെ കാലശേഷം ഖലീഫമാരും അവരെ ആദരിക്കുമായിരുന്നു, ബഹുമാനിക്കുമായിരുന്നു. അപ്പോൾ നബിതങ്ങൾ ആദരിച്ചതിനെ, നബിതങ്ങൾ ഇഷ്ടപ്പെട്ടതിനെ, നബിതങ്ങൾ സ്നേഹിച്ചതിനെയൊക്കെ ആദരിക്കാനും സ്നേഹിക്കാനും തന്നെയാണ് സഹാബിമാർ എക്കാലത്തും. അതുപോലെ തന്നെ മഹാനായ തങ്ങൾ അടുത്ത അധ്യായം ഫസ്ലുൻ വമിൻ തൗഖീരിഹി വബിർരിഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തൗഖീറു അസ്ഹാബിഹി വബിർറുഹും വമഅരിഫതു ഹഖ്ഖിഹിം വൽഇഖ്തിദാഉ ബിഹിം വഹുസ്നു സനാഇ അലൈഹിം വലിസ്തിഗ്ഫാറു ലഹും വലിംസാകു അമ്മാ ശജറ ബൈനഹും വമുആദാതു മൻ ആദാഹും വലിദ്റാബു അൻ അഖ്ബാരിൽ മുഅർരിഖീന വജഹലത്തിൽ റുവാത്തി വദുല്ലാലി ശിയഅത്തി വൽമുബ്തദഈന അൽഖാദിഹത്തി ഫി അഹദിൻ മിൻഹും എന്ന് പറഞ്ഞുകൊണ്ട് ആ ചർച്ച നീളുക. അഥവാ മഹാനായ തങ്ങൾ പറയാൻ നബിതങ്ങളോടുള്ള ബഹുമാനത്തിൻ്റെ ഭാഗമാണ് സഹാബത്തിനോടുള്ള ബഹുമാനം. സഹാബികളെ എല്ലാവരെയും ആദരിക്കുക, ബഹുമാനിക്കുക, അവരെപ്പറ്റി ആരെപ്പറ്റിയും മോശം പറയാതിരിക്കുക. സഹാബത്തിൻ്റെ ഇടയിൽ ചില അഭിപ്രായ വ്യത്യാസങ്ങളോ അവർക്കിടയിൽ ചില കുഴപ്പങ്ങളോ അവർക്കിടയിൽ ചില ചെറിയ സംഘർഷങ്ങളോ ഒക്കെ ഉണ്ടായിരുന്നെങ്കിൽ അതിനെപ്പറ്റി പെരുപ്പിച്ച് കാണിക്കുക പല ചരിത്രകാരന്മാരും, അത് പറയാതിരിക്കുക. തങ്ങൾ പറയാ, അത്തരം പെരുപ്പിച്ച് കാണലുകൾ, ചരിത്രത്തിലെ അത്തരം സംഘർഷങ്ങൾ വിശദീകരിക്കുന്നിടത്ത് നമ്മളാരും പോകാൻ പാടില്ല, അത് കേൾക്കാൻ പാടില്ല, അല്ലെങ്കിൽ അതിൽ ചർച്ച ചെയ്യാൻ പാടില്ല. അവരെപ്പറ്റി എല്ലാവരെ പറ്റിയും നമുക്ക് ബഹുമാനം, അവരെപ്പറ്റി എപ്പോഴും നമ്മൾ ആദരവ്, അവരുടെ കാര്യത്തിൽ നമുക്കറിയാവുന്ന മഹത്വങ്ങൾ നമ്മൾ പറയാം. അവരുടെ ഇടയിൽ എന്തെങ്കിലും കുഴപ്പങ്ങളുണ്ടെങ്കിൽ പെരുപ്പിച്ച് കാണിക്കാൻ പാടില്ല എന്ന് മാത്രമല്ല, അവരെപ്പറ്റി എപ്പോഴും ശുഭഭാവന, സദ്ഭാവന, നല്ല ഒരു ബോധം എപ്പോഴും ഉണ്ടാവുക. അവരെപ്പറ്റി മോശമായ രൂപത്തിൽ പറയുന്നത്, ചിന്തിക്കുന്നത്, അവരെക്കുറിച്ച് മോശമായ രൂപത്തിലുള്ള ചർച്ചകൾ നടത്തുന്നത്, അത് നമ്മുടെ ഈമാനെ പോലും ബാധിക്കുന്ന കാര്യമായിട്ടാണ് അല്ലാമ ഖാദി അയ്യാൽ തങ്ങൾ പറയാം. അതൊക്കെ ജഹലത്തുർ റുവാത്തിൻ്റെ പണി. അബ്ദുല്ലാഹി ഷിയത്തുകളെ വഴിപിഴച്ച ആളുകൾ സഹാബത്തിൽ പലരെയും മോശാക്കി പറഞ്ഞു. അതുപോലെ തന്നെ ചരിത്രകാരന്മാരിലെ വിവരം കുറഞ്ഞ ചില റിപ്പോർട്ടർമാർ അവരുണ്ടാക്കിയ കുറേ പുകിലുകളാണ് ചരിത്രത്തിൽ ഇങ്ങനെ ഉണ്ടായതെന്നൊക്കെയാണ് അദ്ദേഹം പറയുന്നത്. പിന്നെന്താ വേണ്ടത്? സഹാബത്തിനെ പറ്റി മൊത്തം തുദ്കറു ഹസനാത്തുഹും വ ഫളായിലുഹും വ ഹമീദു സിയരിഹിം, അവരുടെ മഹത്വങ്ങളൊക്കെ പറയാം, അവരുടെ ഫളായിൽ പറയാം, ഹസനാത്ത് പറയാം, അവരുടെ നല്ല നല്ല ചരിത്രങ്ങളൊക്കെ പറയാം. വയുസ്കതു അമ്മാ വറാഅ ദാലിക, അതല്ലാത്തത് വല്ലതും കേൾക്കുകയാണെങ്കിൽ ഉണ്ടാതിരിക്കുക, കേൾക്കുക, ചെവി കൊടുക്കാതിരിക്കുക. കമകാലത്താല, കാരണം അദ്ദേഹം പറയുന്നത് എന്താ? തങ്ങൾ ഹദീസുകൾ ഉദ്ധരിക്കുക, അതിന് തെളിവ്. നബി തങ്ങൾ പറയുമായിരുന്നു, ഇദാ ദുകിറ അസ്ഹാബി ഫംസിക്കൂ, നിങ്ങൾ നോക്ക് അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ ദീർഘദർശനം. സഹാബത്തിൽ പിന്നീട് ചില സംഭവങ്ങളൊക്കെ ഉണ്ടാകും, അത് പിന്നീട് ചർച്ച ചെയ്യപ്പെടും, സഹാബത്ത് വിമർശിക്കപ്പെടും എന്നതുകൊണ്ട് തന്നെ ആവണം നബി തങ്ങൾ പറയാം, ഇദാ ദുകിറ അസ്ഹാബി, എൻ്റെ സഹാബത്ത് പറയപ്പെട്ടാൽ എന്ന് പറഞ്ഞാൽ ഐ ദുകിറു ബിസൂ എന്നർത്ഥം. അവരെ പറ്റി മോശമായുള്ള പരാമർശങ്ങൾ നിങ്ങൾ കേൾക്കാൻ ഇടവന്നാൽ ഫംസിക്കൂ, നിങ്ങൾ മിണ്ടാതിരിക്കണുണ്ടോ? പറയുന്നവർ നാവ് പിടിച്ചു വെക്കണം, കേൾക്കുന്നവർ
ചെവിയും പിടിച്ചു വെക്കണം എന്ന് പറഞ്ഞാൽ സഹാബത്തിനെ പറ്റി മോശമായ പരാമർശങ്ങൾ നടത്താനോ പറയാനോ, അതാരെങ്കിലും അങ്ങനെ പരാമർശിക്കുന്നതിന് ഇടവന്നാൽ അതിന് ചെവി കൊടുക്കാനോ പാടില്ല. മുഹമ്മദുർ റസൂലുള്ളാഹി വല്ലദീന മഅഹു അശിദ്ദാഉ അലൽ കുഫാരി റുഹമാഉ ബൈനഹും എന്ന ആയത്തിൻ്റെ വ്യാഖ്യാനത്തിൽ ഉലമാക്കൾ അത് പറയാണ്. അപ്പോൾ സഹാബിമാരെ പറ്റി എപ്പോഴും നല്ല ബഹുമാനം, നല്ല സ്നേഹം, അവരെക്കുറിച്ച് എപ്പോഴും തൃപ്തി, അവരെക്കുറിച്ച് നല്ല അഭിപ്രായം, ഇത് മാത്രമേ പറയാവൂ. അവരെ പറ്റി വിമർശിക്കലോ സഹാബത്തുകളിൽ നിന്ന് ആരെങ്കിലും മോശമാക്കി പറയലോ, അവർക്കിടയിലെ എന്തെങ്കിലും കുഴപ്പങ്ങളോ സംഘർഷങ്ങളോ അഭിപ്രായ വ്യത്യാസങ്ങളോ ഉണ്ടായിരുന്നെങ്കിൽ തന്നെ അതിനെ പെരുപ്പിച്ച് കാണിച്ച് അവരൊക്കെ ദുനിയാവിന് വേണ്ടിയോ മറ്റ് രാഷ്ട്രീയ താല്പര്യങ്ങൾക്ക് വേണ്ടിയോ വഴക്കടിച്ചിരുന്നവരായിരുന്നു എന്ന അർത്ഥത്തിൽ വിമർശിക്കലോ പാടില്ല. അത് ചരിത്രപരമായി അത് തെറ്റുമാണ്, അത് മതപരമായി വലിയ അബദ്ധവുമാണ്, വലിയ പരാജയ ഹേതുവുമാണ് എന്നാണ് മഹാനായ അല്ലാമ ഖാദി ഇയാദ് തങ്ങൾ പറയുന്നത്. ഒരുപാട് ഹദീസുകൾ ഉദ്ധരിക്കുകയാണ് സഹാബത്തിനെ ബഹുമാനിക്കണമെന്ന വിഷയത്തിൽ. അസ്ഹാബി കന്നുജൂം ബി അയ്യിഹിം മുഖ്തദൈത്തും നബി തങ്ങൾ പറയാണ്, എൻ്റെ സഹാബിമാർ നക്ഷത്രങ്ങളാണ്, അവരിൽ നിന്ന് ആരെ നിങ്ങൾ പിന്തുടർന്നാലും നിങ്ങൾ വിജയിക്കും, സന്മാർഗത്തിലെത്തും. മറ്റൊരു ഹദീസ് മസലു അസ്ഹാബിക മസലൽ മിൽഹി ത്വാം ലാ യസ്ലുഹു ത്വാമു ഇല്ലാ ബിഹി, ഭക്ഷണത്തിന് ഉപ്പെന്ന പോലെയാണ് മുസ്ലിമീങ്ങൾക്ക് സഹാബികൾ, അവരില്ലാതെ ഒന്നും നന്നാവില്ല. അതുപോലെ മറ്റൊരു ഹദീസ് അല്ലാഹ ബി അസ്ഹാബി ലാ തത്തഖിദൂഹും ഗറദൻ ബഅദി ഫമൻ അഹബ്ബഹും ഫബിഹുബ്ബി അഹബ്ബഹും വമൻ അബ്ഗദഹും ഫബിബുഗ്ദി അബ്ഗദഹും വമൻ ആദാഹും ഫഖദ് ആദാനി വമൻ ആദാനി ഫഖദ് ആദല്ലാഹ് വമൻ ആദല്ലാഹ യൂശികു അൻ യഖുദാ. മറ്റൊരു എപ്പിസോഡിൽ നമ്മൾ ഈ ഹദീസ് ചർച്ച ചെയ്തതുകൊണ്ട് വിശദീകരിക്കുന്നില്ല. നബി തങ്ങൾ പറയാണ്, അല്ലാഹുവെ സൂക്ഷിക്കണം കേട്ടോ, 2 വട്ടം പറയും അല്ലാഹ ബി അസ്ഹാബി, എൻ്റെ സഹാബത്തിൻ്റെ കാര്യത്തിൽ നിങ്ങൾ അള്ളാഹുവിനെ നന്നായിട്ട് സൂക്ഷിക്കണം, ഭയപ്പെടണം. അവരെ നിങ്ങൾ നാട്ടക്കുറിയാക്കരുത്, നിങ്ങൾ അവരെ ലക്ഷ്യമാക്കരുത് എന്ന് പറഞ്ഞാൽ അവരെ നിങ്ങൾ മോശമായ രൂപത്തിലുള്ള ചർച്ചകളോ വർത്തമാനോ പാടില്ല. അവരെ സ്നേഹിച്ചാൽ എന്നോടുള്ള സ്നേഹം കൊണ്ടാണ്, അവരെ വെറുത്താൽ എന്നോടുള്ള വെറുപ്പ് കൊണ്ടാണ്. അവരെ ആരെങ്കിലും പ്രയാസപ്പെടുത്തിയാൽ നാവ് കൊണ്ടോ വാക്കുകൊണ്ടോ കൗലന്നോ ഫേലന്നോ അവരെ പ്രയാസപ്പെടുത്തിയാൽ അവരെന്നെയും അള്ളാഹുവിനെയുമാണ് പ്രയാസപ്പെടുത്തിയത്. മറ്റൊരു ഹദീസ് ഇല്ലാത്ത സുബ്ബു അസ്ഹാബി, എൻ്റെ സഹാബത്തിന് ആരെയും നിങ്ങൾ കുറ്റം പറയരുത്, വിമർശിക്കരുത്. ഫലൗ അൻഫഖ അഹദുകും മിസ്ല ഉഹദിൻ ദഹബ, നിങ്ങളിൽ ഒരാൾ ഉഹദ് മലയോളം പൊന്ന് ചെലവഴിച്ചാലും മാ ബലഗ മുദ്ദ അഹദിഹിം വലാ നസീഫ, സഹാബത്തിൽപ്പെട്ട ഒരാൾ ഒരു മുദ്ദ് കൊടുത്തതിൻ്റെ പ്രതിഫലം പോലും, അതിൻ്റെ പകുതി പോലും നിങ്ങളിലൊരാൾ, സഹാബത്തിൽപ്പെടാത്ത ഒരാൾ, അത് ഖിയാമത്ത് നാൾ വരെയുള്ള മുസ്ലിമീങ്ങൾക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നൽകുന്ന വല്ലാത്തൊരു മുന്നറിയിപ്പാണ്. ഇന്ന് പലരും പല അവാന്തര വിഭാഗങ്ങളും പല മുബ്തദിഅത്തു സഹാബത്തിൽ പലരെയും വിമർശിക്കുന്നത് കാണാം. സഹാബത്തിൽ പലരെയും വളരെ മോശമായ രൂപത്തിൽ ചർച്ച ചെയ്യുന്നത്, പരാമർശിക്കുന്നത് കാണാം. അവരൊക്കെ തുറക്കേണ്ട, അവർക്കെയും ഉൾക്കൊള്ളേണ്ട ഒരു ഹദീസാണ്. നബി തങ്ങൾ പറയാണ്, എൻ്റെ സഹാബിമാർ ആരെയും നിങ്ങൾ ആക്ഷേപിക്കരുത്. ഉഹുദ് മലയോളം പൊന്ന് നിങ്ങൾ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ മറ്റൊരാൾ ചെലവഴിച്ചാലും, സഹാബിമാരല്ലാത്തവർ ഉഹുദ് മലയോളം സ്വർണം അള്ളാഹിൻ്റെ മാർഗത്തിൽ വാരിക്കോരി കൊടുത്താലും എൻ്റെ സഹാബത്തിൽപ്പെട്ട ഒരാൾ ഒരു മുദ്ദോ അതിൻ്റെ പകുതിയോ കൊടുത്തതിൻ്റെ ആ സ്ഥാനത്ത് പോലും എത്തുകയില്ല. വഖാല മൻ സബ്ബ അസ്ഹാബി ഫഅലൈഹി ലഅനത്തുല്ലാഹ്, മറ്റൊരു ഹദീസ്, എൻ്റെ സഹാബത്തിനെ ആരെങ്കിലും കുറ്റം പറഞ്ഞാൽ, ആക്ഷേപിച്ചാൽ, വിമർശിച്ചാൽ, ഫഅലൈഹി ലഅനത്തുല്ലാഹ്, അവൻ്റെ മേൽ അല്ലാഹുവിൻ്റെ ശാപമുണ്ടാവട്ടെ. വൽ മലായികതി വന്നാസി അജ്മഈൻ, മലക്കുകളുടെയും സർവ്വജനങ്ങളുടെയും ശാപമുണ്ടാവട്ടെ. ലാ യഖ്ബലുല്ലാഹു മിൻഹു സർഫൻ വലാ അദ്ല, അവൻ്റെ ഒരു അമലും ഒന്നുമേ അല്ലാഹ് സ്വീകരിക്കില്ല. അപ്പോൾ സഹാബത്തിനെ വിമർശിക്കുക എന്നുള്ളത് വലിയ ഒരു പാതകം, വലിയൊരു കുറ്റമായിട്ട് തന്നെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാം. ഇദാ ദുകിറ അസ്ഹാബി ഫഅംസികൂ, എൻ്റെ സഹാബത്ത് പറയപ്പെട്ടാൽ അഥവാ മോശമായി പരാമർശിക്കപ്പെട്ടാൽ നിങ്ങൾ അവിടെ നിൽക്കണം എന്ന് പറഞ്ഞാൽ ആ നാവ് നിങ്ങൾ പറയരുത്, നാവ് കൊണ്ടത് പറയരുത്, ചെവി കൊണ്ട് കേൾക്കുകയും ചെയ്യരുത് എന്നാണ് ഫഅംസിക്കൂ എന്നതിൻ്റെ ഉദ്ദേശമെന്ന് മഹാന്മാർ പറയാം. അപ്പോൾ സഹാബത്തിൻ്റെ പ്രാധാന്യം നബി തങ്ങൾ പറയാം. ജാബിർ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസിൽ, ഇന്നല്ലാഹ ഇഖ്താറ അസ്ഹാബി അലാ ജമീഇൽ ആലമീൻ സിവൻ നബിയ്യീന വൽ മുർസലീൻ, അമ്പിയാക്കളെയും മുർസലീങ്ങളെയും ഒഴിച്ച് ബാക്കിയുള്ള എല്ലാ മനുഷ്യന്മാരിലും ഏറ്റവും അത്യുന്നതമായ പദവിയിലേക്ക് അള്ളാഹു തിരഞ്ഞെടുത്തവരായ എൻ്റെ അസ്ഹാബിമാർ. വഖ്താർ അലി മിൻഹും അർബഅ, അവരിൽ നിന്ന് 4 പേരെ അള്ളാഹു എനിക്ക് വേണ്ടി പ്രത്യേകമായി തിരഞ്ഞെടുത്തു. അബൂബക്കർ ഉമർ ഉസ്മാൻ അലി, അബൂബക്കർ ഉമർ ഉസ്മാൻ അലി റളിയല്ലാഹു അൻഹും ഫജഅലഹും ഖൈറ അസ്ഹാബി, എൻ്റെ സഹാബിമാരിൽ ഏറ്റവും ഉത്തമർ അവരാക്കി. നിങ്ങൾ നോക്കൂ, അവർ റസൂലുള്ളാഹി ഹയാത്തുള്ള കാലത്താണ് ഈ പറയുന്നത്. അവർ അതേ ഓർഡറിൽ അബൂബക്കർ ഉമർ ഉസ്മാൻ അലി റളിയല്ലാഹു അൻഹും അതേ ക്രമത്തിൽ തന്നെ അവർ ഖലീഫമാരായി, ഖിലാഫത്തുർ റാഷിദയുടെ അഹ്ലുകാരായി, ഖുലഫാഉർ റാഷിദീങ്ങളായി. വഫി അസ്ഹാബി കുല്ലിഹിം ഖൈർ, എൻ്റെ സഹാബിമാരിലൊക്കെ ഖൈറുണ്ട്. മൻ അഹബ്ബ ഉമർ ഫഖദ് അഹബ്ബനി വമൻ അബ്ഗദ ഉമർ ഫഖദ് അബ്ഗദനി, ഉമർ റളിയല്ലാഹു അൻഹുവിനെ പറ്റി പറയണം. ഇങ്ങനെ ധാരാളം ആയത്തുകളും ഹദീസുകളും മഹാന്മാരായ സഹാബത്തിനെ കുറിച്ച്, സഹാബത്തിൻ്റെ പ്രമുഖരെക്കുറിച്ച്, മൊത്തത്തിൽ സഹാബത്തിനെ കുറിച്ച് ഒക്കെ പറയുന്ന ഒരുപാട് ഹദീസുകൾ നമുക്ക് കാണാൻ കഴിയും. അതുകൊണ്ട് ആ സഹാബിമാരെ ആദരിക്കൽ, അവരെ ബഹുമാനിക്കൽ, അതൊക്കെ നബി തങ്ങളോടുള്ള സ്നേഹവും ബഹുമാനവും തന്നെയാണ്. മഹാനായ കഅബ് റളിയല്ലാഹു അൻഹു പറയാണ്, അൻ വറുവിയാൻ കായബിൻ ലൈസ അഹദും മിന സഹാബി മുഹമ്മദിൻ ഇല്ലാ ലഹു ശഫാഅത്തു യൗമൽ ഖിയാമ, നബി തങ്ങളുടെ സഹാബിമാരിൽ നിന്ന് ഒരാൾ പോലുമില്ല, ഇല്ലാ ലഹു ശഫാഅത്തു യൗമൽ ഖിയാമ, അന്ത്യനാളിൽ അവർക്ക് ഷഫാഅത്ത് ചെയ്യാനുള്ള അവകാശവും അധികാരവും ഉണ്ടായിട്ടല്ലാതെ. അപ്പോൾ നബി തങ്ങളുടെ സഹാബിമാരൊക്കെ
ഷഫാഅത്തിന് അവകാശമുള്ളവരാണ്, ഷഫാഅത്ത് ചെയ്യാൻ അധികാരമുള്ളവരാണ് ഖിയാമത്ത് നാളിൽ. അവരുടെ സ്ഥാനം എത്രയാ? وطلب من المغيرة بن نوفل أن يشفع له يوم القيامة قال سهل بن عبد الله التستري لم يؤمن بالرسول من لم يوقر أصحابه ولم يعز أوامره. അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ സഹാബിമാരെ ബഹുമാനിക്കാത്തവൻ, അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ സഹാബിമാരുടെ ബഹുമാനം അത് വകവെച്ചു കൊടുക്കാത്തവൻ അവൻ റസൂലുള്ളാഹിനെ കൊണ്ട് വിശ്വസിച്ചവനെയല്ല എന്ന് പറഞ്ഞാൽ അവൻ്റെ ഇസ്ലാമും ഈമാനും തന്നെ സംശയാസ്പദമാണ്, ശരിയല്ല എന്നാണ് സഹൽ ബിൻ അബ്ദുല്ലാഹി തസ്തൂരി തങ്ങൾ പറയുന്നത്. മൻ ഹഫിളനി ഫി അസ്ഹാബി വറദ അലയ്യൽ ഹൗൽ. നബി തങ്ങൾ മറ്റൊരു ഹദീസിൽ പറയാം, എൻ്റെ അസ്ഹാബിമാരുടെ കാര്യത്തിൽ എന്നെ ആരെങ്കിലും സൂക്ഷിച്ചാൽ എന്ന് പറഞ്ഞാൽ എന്നെ സൂക്ഷിച്ച് എന്നെ ഭയപ്പെട്ട് അല്ലെങ്കിൽ എൻ്റെ കാര്യം ആലോചിച്ചുകൊണ്ട് എൻ്റെ അസ്ഹാബിമാരുടെ ആദരവ് ആരെങ്കിലും പുലർത്തിയാൽ വറദ അലയ്യൽ ഹൗൽ, അവൻ എൻ്റെ അടുക്കൽ ഹൗദുൽ കൗസർ കുടിക്കാൻ വരും. വമൻ ലം യഹ്ഫദ്നി ഫി അസ്ഹാബി, അസ്ഹാബിമാരുടെ കാര്യത്തിൽ എന്നെ സൂക്ഷിക്കാത്തവന് അവൻ ഹൗദുൽ കൗസറിൽ നിന്ന് വെള്ളമില്ല. ലം യരിദ് അലയ്യൽ ഹൗൽ വലം യറനി ഇല്ലാ മിൻ ബഈദ്. ദൂരെ നിന്ന് സ്വർഗത്തിൽ കടന്നാൽ പോലും ദൂരെ നിന്ന് എന്നെ കാണാനല്ലാതെ എൻ്റെ അടുക്കൽ വരാനോ എൻ്റെ ഹൗദുൽ കൗസറിൽ നിന്ന് കുടിക്കാനോ അവൻ അവസരം ഉണ്ടാവില്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്. അൻസാരികളെ പറ്റി നബി തങ്ങൾ പറയാണ്, അവരിൽ നിന്ന് ആരെങ്കിലും നിന്നെങ്കിലും എന്തെങ്കിലും തെറ്റുണ്ടായാൽ നിങ്ങൾ മാപ്പ് കൊടുക്കണം, അവരിൽ നിന്ന് നന്മ കണ്ടാൽ ആ നന്മ സ്വീകരിക്കണം. ഇഹ്ഫദൂനി ഫി അസ്ഹാബി വഅസ്ഹാരി ഫഇന്നഹു മൻ ഹഫിളനി ഫീഹിം ഹഫിളഹുല്ലാഹ് ഫിദ്ദുനിയാ വൽ ആഖിറ വമൻ ലം യഹ്ഫൾനി ഫീഹിം തഖല്ലല്ലാഹു മിൻഹു വമൻ തഖല്ലല്ലാഹു മിൻഹു യുശ്രികു അൻ യഖുദ. അഥവാ സഹാബിമാരെ വിമർശിക്കുകയോ അവരെ കുറ്റപ്പെടുത്തുകയോ അവരെ ആക്ഷേപിക്കുകയോ ചെയ്യുന്നത് അത് ഐഹികവും പാരത്രികവുമായ പരാജയങ്ങൾക്ക് കാരണമാണ്. ഇനി അടുത്ത ഉപശീർഷകത്തിൽ നബിതങ്ങളോടുള്ള ബഹുമാനത്തിൻ്റെ ഭാഗമാണ് നബിതങ്ങളുടെ പരിശുദ്ധമായ മആതിർ മഹാസിന് സാക്ഷികളായതിനെയൊക്കെ, മക്കയെ, മദീനയെ, ഹിജാസിനെ, അതുപോലെ മക്ക മദീനകൾക്കിടയിലുള്ളതിനെ, മക്കയിലെയും മദീനയിലുമുള്ള പരിശുദ്ധമായ അടയാളങ്ങളെ, അതിനെയൊക്കെ മഷാഹിദിനെ, ഉദാഹരണം ബദർ, ഉഹദ്, ഖന്ദഖ്, ഖൈബർ, ഹുദൈബിയ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പാവന ചരിതവുമായി ബന്ധപ്പെട്ട അവിടുത്തെ പരിശുദ്ധ ദേഹവുമായോ അവിടുത്തെ ചരിത്രവുമായോ അവിടുത്തെ കുടുംബക്കാരുമായോ ബന്ധപ്പെട്ട സ്ഥലങ്ങളെ, ഓർമ്മകളെ, സ്ഥലികളെ ഒക്കെ ബഹുമാനിക്കുക എന്നുള്ളത് ഈമാൻ്റെ ഭാഗമാണ്. ഒന്നിനെയും നമ്മൾ മോശാക്കാൻ പാടില്ല, എല്ലാറ്റിനെയും ആദരിക്കണം. സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുടിരോമങ്ങൾക്ക് ഖാലിദ് റളിയല്ലാഹു തആല അൻഹു നമ്മൾ നേരത്തെ കൊടുത്ത ബഹുമാനം നമ്മൾ നേരത്തെ ഒരു എപ്പിസോഡിൽ പറഞ്ഞതാണ്. ഈ ഖാലിദ് റളിയല്ലാഹു അൻഹുവിൻ്റെ തൊപ്പിക്കകത്ത് റസൂലുള്ളാഹിൻ്റെ ഷാറാത്തും മിൻ ഷാരിഹി ഉണ്ടായിരുന്നു. അത് അദ്ദേഹത്തിൻ്റെ ഏതോ ഒരു യുദ്ധത്തിൽ വെച്ചത് നഷ്ടപ്പെട്ടപ്പോൾ ആ തൊപ്പി നഷ്ടപ്പെട്ടതിൽ അദ്ദേഹത്തിൻ്റെ ആ എപ്രാളം കണ്ടപ്പോൾ ചിലർ കുറ്റപ്പെടുത്തി, തൊപ്പി പോയതിനാണോ പടത്തലവനായ പടനായകനായ നിങ്ങളിങ്ങനെ അസ്വസ്ഥപ്പെടുന്നതെന്ന് പറഞ്ഞപ്പോൾ ഖാലിദ് റളിയല്ലാഹുവിന് കൊടുത്ത മറുപടി ഉണ്ട്, ഇത് വെറുമൊരു തൊപ്പിയല്ല, ആ തൊപ്പിക്കകത്ത് അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ പരിശുദ്ധ മുടിരോമങ്ങൾ, അവിടുത്തെ പരിശുദ്ധമായ മുടിയിഴകൾ ഞാൻ വെച്ചിട്ടുണ്ട്, അതിൻ്റെ ബഹുമാനമാണ്. അതുകൊണ്ട് ആ തൊപ്പി വെച്ചുകൊണ്ട് ഞാൻ യുദ്ധത്തിൽ പങ്കെടുത്തപ്പോഴൊക്കെ എനിക്ക് വിജയം ഉണ്ടായിട്ടുണ്ട്, അത് നഷ്ടപ്പെട്ടു പോകുമോ എന്ന ഭയമാണ്. വെറും ഒരു തൊപ്പിയല്ല, ആ തൊപ്പിക്ക് കൊടുത്ത സ്ഥാനം എന്താ? അതിനകത്ത് റസൂലുള്ളാഹി തങ്ങളുടെ മുടി രോമങ്ങൾ വെച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ റസൂലുള്ളാഹി തങ്ങളുടെ ആഭാർ സല്ലല്ലാഹു അലൈഹി വസല്ലം അതിനോട് കൊടുക്കുന്ന ബഹുമാനമാണ്. ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് നിവേദനം ചെയ്യപ്പെടാവർ ഇബ്നു ഉമർ വാദിഅൻ യദഹു അലാ മഖാദിൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മിനൽ മിൻബരി സുമ്മ വദഅഹാ അലാ വജ്ഹി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഖുതുബ ഓതാൻ വേണ്ടി നിൽക്കുന്ന മിമ്പറിൽ ചിലപ്പോൾ റസൂലുള്ളാഹി ഇരിക്കുമല്ലോ, ഖുതുബയുടെ ഇടയിലുള്ള ഇരുത്തൊക്കെ ഉണ്ടാവുമല്ലോ. ആ ഇരിക്കുന്ന സ്ഥലത്ത് റസൂലുള്ളാഹി ഇരിക്കാൻ വേണ്ടി റസൂലുള്ളാഹി ഉപയോഗിക്കുന്ന ആ സ്ഥലം, അവിടെ നിന്ന് ഇരിക്കുമ്പോൾ അവിടുത്തെ ദേഹവുമായി അടുത്ത് നിൽക്കുന്ന ആ സ്ഥലം, സ്പർശിക്കുന്ന ആ സ്ഥലം, അവിടെ അവർ മഹാനായ അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു തആല അൻഹു മുത്തബിഉസ് സുന്ന എന്ന് പേരുകെട്ട പുകൾപ്പെട്ട ഉമർ റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിൻ്റെ ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിൻ്റെ കൈ ഇങ്ങനെ വെക്കും. ഇവിടെ റസൂലുള്ളാഹി തങ്ങൾ അവിടുത്തെ മിമ്പറിൽ ഇരുന്ന ഭാഗത്ത് അവിടുത്തെ കൈ ഇങ്ങനെ വെച്ചിട്ട് എന്നിട്ട് അതുകൊണ്ട് സുമ്മ വദഅഹ അലാ വജ്ഹി അദ്ദേഹത്തിൻ്റെ മുഖം ഇങ്ങനെ തടവുമായിരുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മിമ്പറിൽ ഇരുന്ന ഭാഗത്ത് കൈ വെച്ചിട്ട് ആ കൈ കൊണ്ട് മുഖത്ത് തടവുമായിരുന്നു ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുള്ള ഇഹ്തിറാം, ഇക്റാം, ഇജ്ലാൽ, തബറുക്ക്, ഇതാണ് ഈ സംഭവത്തിൽ നമ്മൾ കാണുന്നത്. മഹാനായ മാലിക് ഇമാമിനെ പറ്റി പറയാം, കാനലായർക്കബിൽ മദീന ദാബത്തൻ, മദീനയിൽ ഒരു വാഹനം അദ്ദേഹം കയറൂല. മദീനയുടെ തിരുവീഥികളിലൂടെ, മദീനയുടെ മണ്ണിലൂടെ ഒരു വാഹനപ്പുറത്ത് അദ്ദേഹം യാത്ര ചെയ്യൂല. വക്കാന യഖൂലു, അദ്ദേഹം പറയുമായിരുന്നു, മദ്ഹബിൻ്റെ ഇമാമായ മാലിക് റളിയല്ലാഹു അൻഹു വക്കാന യഖൂലു പറയുമായിരുന്നു, അസ്തഹയി മിനല്ലാഹി അൻ അത തുർബതൻ ഫിഹാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ബിഹാഫിരി ദാബ്ബ. അള്ളാഹുവിൻ്റെ റസൂല് കിടക്കുന്ന മണ്ണാണ് തുർബത്തുൽ മദീന. നബിതങ്ങൾ കിടക്കുന്ന ഈ മണ്ണിലൂടെ ഞാൻ ഒരു വാഹനപ്പുറത്ത് കയറിയിട്ട് ഈ വാഹനത്തിൻ്റെ കുളമ്പ് ആ മണ്ണിലിങ്ങനെ തട്ടി പോവുക എന്നുള്ളത് അള്ളാഹുവിൻ്റെ മുമ്പിൽ എനിക്ക് ലജ്ജ തോന്നുന്നു അത് ആലോചിച്ചിട്ട്. അപ്പോൾ മദീനയിലൂടെ മാലിക് റളിയല്ലാഹു ഒരിക്കലും ഒരു വാഹനപ്പുറത്ത് സഞ്ചരിച്ചിട്ടില്ല.
ചെരുപ്പിട്ടിട്ടില്ല എന്ന് വേറെ ചില ചരിത്രങ്ങളിൽ കാണാം. ചെരുപ്പിട്ട് നടക്കുക പോലും ചെയ്തിരുന്നില്ല മാലിക് റളിയല്ലാഹു അൻഹു എന്ന് ചരിത്രരേഖകളിൽ ഉദ്ധരിക്കപ്പെടുന്നുണ്ട്. വറുവി അൻഹു അന്നഹു വഹബ ലിശാഫിഈ ഖുർആൻ കസീറൻ കാന ഇൻദഹു ഫഖാല ശാഫിഈ അംസിക് മിന്നാ ദാബ്ബ ഫജാബഹു ബിമിത്ലി ഹാദൽ ജവാബ്. ഒട്ടകങ്ങളെയോ മൃഗങ്ങളെയോ കുതിരകളെയോ കോവർ കഴുതകളെയോ ഒന്നും മദീനയിൽ അദ്ദേഹം യാത്ര കയറിയിരുന്നില്ല, സവാരി ചെയ്തിരുന്നില്ല. കാരണം എന്താ? അള്ളാഹുവിൻ്റെ റസൂൽ കിടക്കുന്ന മണ്ണിലൂടെ ഈ വാഹനപ്പുറത്ത് ഈ വാഹനത്തിൻ്റെ കുളമ്പ് പതിയുകയോ എന്നാണ് അദ്ദേഹം ചോദിച്ചത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉപയോഗിച്ചിരുന്ന ഒരു കൗസ്, അമ്പ് കുലക്കാൻ ഉപയോഗിച്ചിരുന്ന വില്ല്, അത് അദ്ദേഹം ശുദ്ധിയോടുകൂടി മാത്രമായിരുന്നു തൊടാറുണ്ടായിരുന്നത് എന്ന് പറയുന്നുണ്ട്. അബൂ അബ്ദുല്ലാഹി സുലമി തങ്ങൾ പറയാം, അഹ്മദ് ബിൻ ഫദലവഹി എന്ന് പറയുന്ന മഹാനെക്കുറിച്ച്, അദ്ദേഹം വലിയ ഗാസിയും റാമിയുമായിരുന്നു. ഉസാത്തുൻ റുമാത്തുൽ പട്ടാള എന്ന് പറഞ്ഞാൽ യോദ്ധാവായിരുന്നു, അമ്പെയ്ത്ത് വിദഗ്ധനായിരുന്നു. അദ്ദേഹം പറയാണ്, ഞാൻ ഒരിക്കലും തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അമ്പ് എയ്യുമായിരുന്നു എന്നറിഞ്ഞ ശേഷം ഞാൻ ഒരിക്കലും അമ്പും വില്ലും എടുക്കുമ്പോൾ ഞാൻ വുദു എടുത്തിട്ടേ അമ്പും വില്ലും എടുക്കുള്ളൂ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തൊട്ട വില്ലെന്നോ തൊട്ട അമ്പെന്നോ പറഞ്ഞിട്ടില്ല. മാ മസസ്തുൽ ഖൗസ ബിയദി, ഞാൻ വില്ല് തൊട്ടിട്ടേ ഇല്ല അല ത്വഹാറ മുൻദു ബലഗനി അന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അഖദൽ ഖൗസ ബിയദി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അമ്പ ചെയ്യാൻ വേണ്ടി ഈ വില്ല് എടുക്കുമായിരുന്നു. വില്ല് തൊട്ടിട്ടുണ്ട് എന്നറിഞ്ഞതിൽ പിന്നെ വുദു എടുത്തിട്ടല്ലാതെ ഞാൻ തൊടുമായിരുന്നില്ല. അള്ളാഹുവിൻ്റെ റസൂലിനുമായി ബന്ധപ്പെട്ട എന്തിനോടുള്ള ബഹുമാനവും സ്നേഹവുമാണ്. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പരിശുദ്ധമായ മണ്ണ്, ആ മണ്ണിനോടുള്ള ബഹുമാനം, ആ മണ്ണ് ആരെങ്കിലും മോശമാണെന്ന് പറഞ്ഞാൽ, മദീനയിലെ മണ്ണിനെന്തെങ്കിലും മോശമുണ്ടെന്നാരെങ്കിലും പറഞ്ഞാൽ അവൻ്റെ കാര്യം മഹാ അപകടമാണ് എന്ന് മാലിക് റളിയല്ലാഹു തആല അൻഹു പറയാം. കാരണം അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഉൾക്കൊണ്ട മണ്ണാണ് തുർബത്തുൽ മദീന. അതിനൊരിക്കലും മോശാക്കരുത്. ചരിത്രം പറയാം, ജഹ്ജാഹുൽ ഗിഫാരി എന്ന് പറഞ്ഞ ആൾ ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിൻ്റെ കയ്യിലുണ്ടായിരുന്നു റസൂലുള്ളാഹിൻ്റെ ഒരു വടി. സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉപയോഗിച്ചിരുന്ന ഒരു ദണ്ട് അല്ലെങ്കിൽ ഒരു വടി റസൂലുള്ളാഹിൻ്റെ കാലശേഷം അബൂബക്കർ റളിയല്ലാഹു അൻഹുവിന്, പിന്നീട് ഉമർ റളിയല്ലാഹു അൻഹുവിൻ്റെ ഒക്കെ കൈകളിലുണ്ടായി. ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിൻ്റെ കൈകളിലും അതുണ്ടായി. ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിനെ കലാപകാരികൾ വളഞ്ഞല്ലോ, വീട് വളഞ്ഞല്ലോ, അദ്ദേഹത്തെ വെട്ടിക്കൊലപ്പെടുത്തിയല്ലോ. അന്ന് ഈ വടി കയ്യിലെടുത്തുകൊണ്ട് ഒരാൾ, ഈ പറഞ്ഞ ഈ ജഹ്ജാഹുൽ ഗിഫാരി എന്ന് പറഞ്ഞ ആൾ, ആ മനുഷ്യൻ്റെ അവൻ്റെ കാൽമുട്ടിൽ വെച്ചുകൊണ്ട് അതൊന്ന് പൊട്ടിക്കാൻ നോക്കി. ആ പൊട്ടിക്കാൻ നോക്കിയപ്പോൾ ജനങ്ങളെല്ലാം കൂടി ഒട്ടഹസിച്ചു. ഫസാഹബിഹിൻ നാസ്, ജനങ്ങൾ പറഞ്ഞു, ഏത് വടിയാണെന്ന് ആലോചിക്കണം, അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ കയ്യിലുണ്ടായിരുന്ന വടിയാണത്, അത് പൊട്ടിക്കാൻ നോക്കല്ലേ എന്ന് പറഞ്ഞു. ഏതായാലും അതിനോടുള്ള അനാദരവ് പ്രകടിപ്പിച്ച കാരണത്താൽ ഫഹദത്തിൽ ആഖിലത്തു ഫീ റുക്ബത്തിഹി ഫഖതഹ, അദ്ദേഹത്തിൻ്റെ, ആ മനുഷ്യൻ്റെ, ജഹ്ജാഹുൽ ഗിഫാരി എന്ന് പറഞ്ഞ മനുഷ്യൻ്റെ ആ കാൽമുട്ടിൽ പിന്നെ പുഴുക്കൾ വന്നിട്ട് അങ്ങനെ അത് മുറിച്ചു മാറ്റേണ്ട അവസ്ഥ വന്നു. വമാ തഖബൽ അൽ ഹൗൽ, ഒരു കൊല്ലം തികയുന്നതിന് മുമ്പ് കാല് പൊഴുത്ത് ആ മനുഷ്യൻ്റെ കാല് മുറിച്ചു എന്ന് മാത്രമല്ല, ആ മനുഷ്യൻ മരിക്കുകയും ചെയ്തു. കാരണം എന്താ? അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ കൈകളിലുണ്ടായിരുന്ന ആ വടി ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിൻ്റെ കൈകളിൽ നിന്ന് വാങ്ങിയിട്ട് അത് മുട്ടുകാലിൽ വെച്ചിട്ട് ഒടിക്കാൻ ശ്രമിച്ചു എന്നുള്ള കാരണമാണ്. മൻ ഹലഫ അലാ മിൻബരി കാദിബൻ ഫല്യതബവ്വ മഖഅദഹു മിനന്നാർ. ഈ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുള്ള ബഹുമാനവും സ്നേഹവും അത് പുലർത്തേണ്ടത് കാലാകാലങ്ങളിലുള്ള മുസ്ലിമീങ്ങളുടെ മുഅ്മിനീങ്ങളുടെ ഒഴിച്ചുകൂടാനാവാത്ത ബാധ്യതയാണ് എന്ന് പറയാം. ഖാദി ഇയാൾ തങ്ങൾ പറയാണ്, അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ ചരിത്രവുമായി ബന്ധപ്പെട്ട എല്ലാ പരിപാവനമായ സ്ഥലങ്ങളും വഹയുമായി തൻസീലുമായി ബന്ധപ്പെട്ടത്, ഖുർആൻ ഇറങ്ങിയത്, ജിബ്രീലും മീകായിലും അലൈഹിമസ്സലാം അവരൊക്കെ വന്നതും ഇറങ്ങിയതും പോയതുമായ ഭൂമി, അതുപോലെ തഖ്ദീസും തസ്ബീഹും കൊണ്ട് നിറഞ്ഞ പരിശുദ്ധമായ സ്ഥലം മദീനയിലെ പരിസര പ്രദേശങ്ങൾ, അതൊക്കെ അതിനെ ബഹുമാനിക്കപ്പെടേണ്ടതും ആദരിക്കപ്പെടേണ്ടതും ഒക്കെയാണ്. അനേകം മോജിസാത്തുകൾക്ക് സാക്ഷ്യം വഹിച്ച മണ്ണാണത്. ദീനിൻ്റെ മനാസിക്കിൻ്റെ മശായിറുൽ മുസ്ലിമീങ്ങൾ നിലകൊള്ളുന്നതാണ് മക്കയും മദീനയും ഒക്കെ. അതിനെയൊക്കെ ആദരിക്കണം, അതിനെയൊക്കെ ബഹുമാനിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് വളരെ മനോഹരമായ ചില വരികൾ കൂടെ അദ്ദേഹം എടുത്തുദ്ധരിക്കുക. യദാറ ഖൈരിൽ മുർസലീന വമംബിഹി ഹുദിയൽ അനാമു വഹുസ്സബിൽ ആയാതി ഇൻദി ലിയജ്ലിക ദൗഅതു ലൗഅതും വസബാബതു വതശവ്വുഖും മുതവഖിദുൽ ജമറാതി വഅലയ്യ അഹദുൻ ഇൻ മലഅതു മഹാജിദി മിൻ തിൽകുമുൽ ജുദറാതി വൽ അറസാതി എന്ന് പറയുന്ന ദീർഘമായ കവിതയാണ്. ആ കവിത മുഴുവനും ഉദ്ധരിക്കാനും ആലപിക്കാനും അതിൻ്റെ അർത്ഥങ്ങൾ പറയാനും നമ്മുടെ എപ്പിസോഡിൻ്റെ ദൈർഘ്യത്തെക്കുറിച്ചുള്ള ഭയം അനുവദിക്കാത്തത് കൊണ്ട് ചുരുക്കമാണ്. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുള്ള ഹുബ്ബ് അതാണ് ഈ വരികളിലും ഈ ചർച്ചകളിലുമൊക്കെ നിറഞ്ഞു തുളുമ്പുന്നത്. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുള്ള ഹുബ്ബ് അള്ളാഹു നമുക്ക് അധികരിപ്പിക്കുമാറാവട്ടെ. വസല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം.